Thank you, Dr. Dhanesh. Thank you, Dr. Nandakumar. Thank you all doctors in English session. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPHന്റെ ഇടതടവില്ലാതെ തുടർന്നു വരുന്ന വെബ് പരമ്പരയുടെ 1376 ദിവസമാണ്. ഇന്ന് മലയാളം സെഷനിൽ നമുക്ക് ഒരു ക്ലാസ് ആണ്. ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കാനായി എത്തുന്നത് ഡോക്ടർ ആഷ ബി വർഗീസ് ആണ്. നമ്മുടെ അമ്പാടി മാഡത്തിന്റെ മകൾ കൂടിയാണ്. ഈ ആഷ ഡോക്ടറുടെ ക്ലാസ് കേൾക്കുന്നതിന് വേണ്ടി സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും എല്ലാവരെയും ഞാൻ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ ആഷ എത്തിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. മുഖം കാണുന്നില്ല. ഡോക്ടർ ആഷ വീഡിയോ ഓൺ ചെയ്താൽ നന്നായിരിക്കും. ഇന്ന് ഡോക്ടർ എടുക്കുന്ന വിഷയം പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസും ഹോമിയോപ്പതി ചികിത്സയും എന്നുള്ള വിഷയമാണ് ഇന്നത്തെ ക്ലാസ്. നമുക്ക് ഡോക്ടർ റെഡിയാണെങ്കിൽ നമുക്ക് ക്ലാസ് തുടങ്ങാൻ സമയമായി. ഇതായെത്തി പറഞ്ഞപ്പോഴേക്കും മുഖമൊക്കെ കണ്ടു. Good evening, doctor. Sorry for the delay. ഡോക്ടറെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യും. Thank you very much. അപ്പോൾ ഒന്ന് just help me with this video. ഒരു മിനിറ്റ് ഡോക്ടർ, I'll just share the screen. സമാധാനമായിട്ട് തുടങ്ങി. Full screen. കാണുന്നുണ്ടോ ഡോക്ടർ? ഓക്കെ. Can I just exit out of this? ഇന്നത്തെ ക്ലാസ്, ഗുഡ് ഈവനിങ് ഡോക്ടേഴ്സ്. ഒരു പ്രയർ ഡോക്ടർ സാമുൽ ഹാനിമൻ ആൻഡ് ഓൾ മൈ സീനിയർ ഡോക്ടേഴ്സ് ആൻഡ് എൽഡേഴ്സ്. ഞാൻ ക്ലാസ് തുടങ്ങാണ്. അപ്പൊ ഇന്നത്തെ സെഷൻ മലയാളം സെഷനാണ്. PCOS ആണ്, PCO ആണ് ഇപ്പൊ ഇന്നത്തെ സബ്ജക്ട്. PCO എന്താ എടുക്കാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ PCODയും PCOSും കവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം PCOS എന്നുള്ളത് it's a syndrome. It's a condition in which the ovaries produce an abnormal amount of androgens or male sex hormones that are usually present in women in small amounts. The polycystic ovarian syndrome describes a numerous small cyst, അല്ലെങ്കിൽ fluid filled sacs that forms in the ovaries. ഇത് തിയറി മിക്ക ആൾക്കാർക്കും അറിയാം, അതുകൊണ്ട് ഞാൻ ഒത്തിരി ഡീറ്റെയിൽ പോകുന്നില്ല. അപ്പൊ ഇതിലെന്താ പറ്റാച്ചാല് അബ്നോർമൽ എമൗണ്ട് ഓഫ് ആൻഡ്രോജൻ അല്ലെങ്കിൽ മെയിൽ സെക്സ് ഹോർമോൺസ് ഉണ്ടാവും. അത് കാരണം ഉണ്ടാവുന്ന ഒരു പ്രോബ്ലം ആണ് ഇത് PCOS. ഓക്കെ, PCOSൽ many small sacs of fluid develop along the outer edge of the ovary. The ovary-യുടെ പുറത്തെ ലെയറിലാണ് ഈ സാക്ക് സിസ്റ്റ് ഉണ്ടാവുക. These are called cysts, and they are small fluid-filled cysts containing immature eggs. These are called follicles. The follicles fail to regularly release eggs. തിയറി കുറച്ച് ഫാസ്റ്റ് ആയിട്ട് പോവാം. ഞാൻ ഇൻവെസ്റ്റിഗേഷൻസും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ലാസ്റ്റില്, അല്ലെങ്കിൽ കുറച്ച് ഡിലേ ആവും. The exact cause of PCOS is unknown. Early diagnosis and treatment, along with weight loss, may lower the risk of long-term complications like type 2 diabetes and heart diseases. ഇതിന്റെ കോറിലേഷൻ വിത്ത് ഹാർട്ട് ഡിസീസ് യൂഷ്വലി ഈ ആൾക്കാർക്ക് ട്രൈഗ്ലിസറൈഡ്സും കൊളസ്ട്രോളൊക്കെ ഹൈ ആയിട്ട് വരുന്ന കാണാറുണ്ട് ബിക്കോസ് ഓഫ് ഹോർമോണൽ ഇംബാലൻസസ്. പിന്നെ ഉള്ളത് PCOD ആണ്. ഇറ്റ് ഇസ് മോസ്റ്റ്ലി കോസ്ഡ് ബൈ എ കോമ്പിനേഷൻ ഓഫ് ഹോർമോണൽ ഇംബാലൻസ് ആൻഡ് ജെനറ്റിക് ടെൻഡൻസീസ്. In a standard menstrual cycle, the two ovaries will alternatively release mature, ready to be fertilized eggs each month. സാധാരണ കേസിൽ എന്താണ്, both the ovaries alternative ആയിട്ട് fertilized eggs റിലീസ് ചെയ്യാറുണ്ട്. PCOD ഉള്ള ആൾക്കാർക്ക് often they will release immature or partially mature eggs which do not develop into cyst. അത് യൂഷ്വലി PCODയില് ഇമ്മച്യൂർ എഗ്സ് ആണ്. പക്ഷെ ഇവരുടെ കേസസിൽ ഹോർമോണൽ ഇംബാലൻസസ് ഒത്തിരി കാണാറില്ല, ലൈക്ക് ഇൻ PCOSൽ കാണുന്ന മാതിരി. So PCOD refers to the presence of multiple small cysts on the ovaries
which can be detected through ultrasonography or ultrasound imaging. It may or may not be associated with hormonal imbalances or other symptoms. PCOS ഉള്ള മാതിരി PCOD അത്രയും പ്രൊനൗൺസ്ഡ് ആയിട്ട് ചിലപ്പോൾ കാണാറില്ല. Definition: PCOS is a hormonal disorder characterized by hormonal imbalances, irregular menstrual cycle, and the presence of cyst on the ovaries. അപ്പോൾ ഇതിൽ മൂന്നും ഉണ്ടാവും. ഹോർമോണൽ ഇംബാലൻസസും ഉണ്ടാവും, ഇറെഗുലർ മെൻസ്ട്രൽ സൈക്കിളും ഉണ്ടാവും, ആൻഡ് ദ പ്രസൻസ് ഓഫ് സിസ്റ്റ് ഓൺ ദ ഓവറീസും പ്രിഡോമിനന്റ് ആയിട്ട് കാണാറുണ്ട്. PCOD refers to the presence of multiple small cysts on the ovaries, which can be detected through ultrasound imaging, ultrasonography, may or may not be associated with hormonal imbalances and other symptoms. ഇപ്പൊ ഇതില് ഹോർമോണൽ ഇംബാലൻസസ് അത്രയും പ്രൊഫൗണ്ട് ആയിട്ട് PCOSന്റെ അത്ര ഉണ്ടാവണം എന്നുള്ളത് നിർബന്ധമില്ല. Symptoms of PCOS often start around the time of first menstrual period. Sometimes symptoms develop later after you have a few periods. Symptoms of PCOS may vary, and the PCOS diagnosis is made with at least 2 of these. PCOSന്റെ സിംറ്റംസ് മെൻസസിന്റെ ആദ്യ ഘട്ടങ്ങളിലാണ് തുടങ്ങാറുള്ളത്. പിന്നീട് ഉണ്ടാവാനുള്ള ചാൻസസും ഉണ്ടാവും. പിന്നെ ഡയഗ്നോസിസ് ചെയ്യണത് ഈ ഇപ്പം അണ്ടർലൈൻ പറയാൻ പോണ അതില് ഒരു അറ്റ്ലീസ്റ്റ് 2 സിംറ്റംസ് അതിൽ ഉണ്ടാവണം. ഒന്ന്, irregular periods. Having few menstrual periods or having periods that are not regular are common signs of PCOS. ഒന്നെങ്കിൽ മെൻസസ് ഉണ്ടാവാനേ പാടില്ല, അല്ലെങ്കിൽ ഇറഗുലർ ആയിട്ട് ഉണ്ടാവുക, അല്ലെങ്കിൽ വളരെ കുറവുണ്ടായ ഒരു വർഷത്തിൽ 1, 2, 3 പ്രാവശ്യം ഉണ്ടാവുള്ളൂ. So in having periods that last for many days or longer than is typical for a period. For example, you may have fewer than 9 periods a year, or those periods may occur more than 35 days apart. 35, 40, 50 ദിവസത്തിൽ ഒരു വർഷം ഉണ്ടായി ഡോക്ടറെ ലൈക്കിനോ. സോ ഇവരെന്താ ചെയ്യാച്ചാ നമ്മള് അവരോട് ഡേറ്റ്സ് ട്രാക്ക് ചെയ്യാൻ പറയാം. ഇവർക്ക് പ്രഗ്നൻസി കിട്ടാനുള്ളതും കുറച്ച് ബുദ്ധിമുട്ടാണ്. ലൈക്ക് യൂഷ്വലി PCOD ഉണ്ടാവുമ്പോൾ പ്രഗ്നൻസി ഉണ്ടാവാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. ടു മച്ച് ആൻഡ്രോജൻ എന്ന് പറയുമ്പോൾ മെയിൽ ഹോർമോൺ ആണ്. ഹൈ ലെവൽസ് ഓഫ് ഹോർമോൺ ആൻഡ്രോജൻ may result in excess facial and body hair, and അതിന്റെ പേരെന്താണ്? ഹെർസിറ്റിസം. ഹെർസിറ്റിസം എന്ന് പറയുമ്പോൾ മുഖത്ത് എസ്പെഷ്യലി താടിയുടെ താഴെ അവര് ഫേഷ്യൽ ഹെയർ ആയിട്ട് വരാറുണ്ട്. പിന്നെ ദിസ് ക്യാൻ ബി ലിറ്റിൽ മിസ്ലീഡിങ്. കാരണം എന്ന് വെച്ചാൽ മോസ്റ്റ് ഓഫ് ദ കേസസ് PCOD വരുമ്പോഴും ഇപ്പം ഫേഷ്യൽ ഹെയർ റിമൂവൽ ഉണ്ട് ആദ്യം വെച്ചാൽ, ലൈക്ക് ഒന്നെങ്കിൽ ലേസർ വെച്ചിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ ത്രെഡിങ്, അല്ലെങ്കിൽ ലൈക്ക് ബ്യൂട്ടി ട്രീറ്റ്മെന്റ്സ് ദേ ടെൻഡ് ടു റിമൂവ്. അപ്പൊ നിങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ ചിലപ്പോൾ അത് നിങ്ങൾക്ക് കാണില്ല. അപ്പൊ നമ്മൾ അത് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കേണ്ടി വരുന്നുണ്ട്, നിങ്ങൾക്ക് മുടി ഉണ്ടാവാറുണ്ടോ താടിയുടെ അടിയിലോ, അല്ലെങ്കിൽ ഇങ്ങനെ അബ്ഡോമിനൽ ആയിട്ടുള്ള ഹെയർ ഗ്രോത്ത് ഉണ്ടാവാറുണ്ടോ എന്ന് ചോദിക്കാം. പിന്നെ ഉള്ളത് സിവിയർ ആക്നെ ഉണ്ടാവും. ആക്നെ ഈ ആൻഡ്രോജൻ കൂടുമ്പോൾ ഉണ്ടാവുന്നതാണ്. ആക്നെ ഉണ്ടാവാറുണ്ട് സാധാരണ. പിന്നെ ഉള്ളത് മെയിൽ പാറ്റേൺ ബോൾനെസ്. മെയിൽ പാറ്റേൺ ബോൾനെസ്സും കൊണ്ട് സ്ത്രീകൾ വരുമ്പോ തന്നെ മുടി വല്ലാണ്ട് കൊഴിയണോന്നും പറഞ്ഞിട്ട് ഇവിടെ ക്രൗണിൽ കുറച്ച് നല്ലോണം മുടി പോകും. അവർക്കും നിങ്ങൾ PCOD, അവര് വരുന്നത് ചിലപ്പോൾ മുടി കൊഴിയണോന്ന് പറഞ്ഞിട്ടായിരിക്കാം. എന്നാലും ഇഫ് യു ഗോ ഒരു ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുകയാണെങ്കിൽ വളരെ ഗുണകരമായിരിക്കും. പിന്നെ ഉള്ളത് polycystic ovaries. Your ovaries may be bigger, and many follicles containing immature eggs may develop around the edge of the ovary. അപ്പൊ ആ ഓവറീസ് കുറച്ച് വലുതായിട്ട് കാണാം അതിന്റെ സൈസ്. പിന്നെ കുറെ ഇമ്മച്ചുവർ ആയിട്ടുള്ള ഫോളിക്കിൾസ് അതിന്റെ എഡ്ജിലാണ് അത് ഫോം ആവുന്നത്. The ovaries might not work the way they should. Besides ovarian cysts, PCOS also causes fertility issues, infertility ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ടാവും, കുട്ടികൾ ഉണ്ടാവാൻ, വെയിറ്റ് ഗെയിൻ ഉണ്ടാവും, പിന്നെ മെറ്റബോളിക് പ്രോബ്ലംസ് ലൈക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ്. അതുകൊണ്ടാണ് നമ്മൾ അവർ വരുമ്പോൾ HbA1c ആണ് യൂഷ്വലി ചെയ്യിപ്പിക്കുക. യൂഷ്വലി നമ്മൾ ഫാസ്റ്റിംഗ് ആൻഡ് പോസ്റ്റ്പാൻഡൽ ചെയ്യിപ്പിക്കാൻ നേരത്തെ ഒരു കാര്യം കാണാറുള്ളത് എന്താ വെച്ചാൽ, യൂഷ്വലി ഫാസ്റ്റിംഗ് ചെയ്യണമെന്ന് ബ്ലഡ് ഷുഗർ ചെയ്യണമെന്ന് കാണുമ്പോൾ അടുത്ത ദിവസം എല്ലാവരും കുറച്ചൊന്ന് അലേർട്ട് ആവും. അപ്പൊ അവരെന്താ ചെയ്യാച്ചാ ഭക്ഷണം രാത്രി കുറച്ച് കഴിക്കുക, അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പൊ ഫാസ്റ്റിംഗ് ആൻഡ് പോസ്റ്റ്പാൻഡൽ ചെയ്യണ കാട്ടിലും നല്ലത്, ഏറ്റവും നല്ലത് നമുക്ക് HbA1c 3 months ആവറേജ് ഓഫ് ഷുഗർ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. PCOD എന്നുള്ള ഡിസീസ്, it presents with similar complaints or symptoms as PCOS, but the hormonal imbalances and other symptoms may not be as pronounced or consistent as in PCOS. PCOD-യിൽ കാണുന്ന അത്രയും പ്രൊഫൗണ്ട് ആയിട്ട് PCOS-ൽ കാണുന്ന മറ്റേ അത്രയും പ്രൊഫൗണ്ട് ആയിട്ട് PCOD-യിൽ
ഹോർമോണൽ ഇംബാലൻസസ് കാണാറില്ല. Causes, the exact cause of PCOS isn't known. അപ്പൊ ഇതിൽ ഞാൻ പ്രിഡോമിനൻസ് കൊടുത്തിരിക്കുന്ന PCOS ആണ്. കാരണം PCOD യൂഷ്വലി അത്രയും കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കാറില്ല. ലൈഫ് സ്റ്റൈൽ ചേഞ്ചസും എല്ലാം ചെയ്തു വരുമ്പോൾ അത് നല്ലവണ്ണം ബെറ്റർ ആവും. Exact cause of PCOS isn't known. Factors that might play a role include insulin resistance. Insulin is a hormone that the pancreas make, and it allows cells to use sugar, your body's primary energy supply. And if cells become resistant to the action of insulin, then blood sugar levels can go up. This may cause your body to make more insulin and to try to bring down the blood sugar level. See, this is insulin resistance. മാത്രമല്ല ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കഴിക്കുന്നത് കാർബോഹൈഡ്രേറ്റ്സ് ആണ്. കാർബോഹൈഡ്രേറ്റ്സ് എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് കൺസിസ്റ്റ് ഓഫ് മോർ ദാൻ 90% ഓഫ് ഫുഡ് ആണ്. എങ്ങനെയാന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ പച്ചക്കറി കുറേ കഴിക്കുന്നുണ്ട്, പക്ഷെ പച്ചക്കറി കഴിക്കുന്നത് നമ്മളത് വേവിച്ചാണ് കഴിക്കുന്നത്. അപ്പം പല പച്ചക്കറികളും സ്പെഷ്യലി ലൈക്ക് ഒത്തിരി ഫൈബർ ഉള്ള പച്ചക്കറികൾ പോലും നമ്മളത് വേവിച്ച് കഴിയുമ്പോൾ അതിന്റെ കാർബ് ലെവലാണ് കൂടുക, മറ്റേ ഫൈബർ ലെവൽ കുറയാറാണ് പതിവ്. പിന്നെ ഉള്ളത് നമ്മുടെ സ്റ്റേപ്പിൾ ഫുഡ് ഒന്നെങ്കിൽ റൈസ് അല്ലെങ്കിൽ ചപ്പാത്തിയൊക്കെയാണ്. അപ്പൊ നമ്മുടെ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് ഫുഡ് യൂഷ്വലി കാർബ്സ് ആണ്. അപ്പം PCOS ഉള്ള സമയത്തൊക്കെ അവരോട് നമ്മൾ വി വിൽ ഹാവ് ടു ചേഞ്ച് ദ, നമുക്ക് അവരുടെ ഡയറ്റും ചേഞ്ച് ചെയ്യണം, ലൈഫ് സ്റ്റൈലും ചേഞ്ച് ചെയ്യണം, പിന്നെ നമ്മുടെ മെഡിസിൻസും ഒക്കെ. അപ്പൊ ഇതൊരു ഹോൾ ആയിട്ടുള്ള ഒരു ഇറ്റ്സ് എ ഹോളിസ്റ്റിക് അപ്രോച്ച് ആണ് നമ്മൾ ഇതിൽ ചെയ്യുക. കാരണം നമ്മൾ ഏതെങ്കിലും ഒരെണ്ണം വിട്ടുപോയാൽ പോലും PCOS ഇത് റിലാപ്സ് ആവും, അല്ലെങ്കിൽ അത് മാറില്ല. അപ്പൊ ഇതിൽ എന്താ ചെയ്യാച്ചാ കൺസിസ്റ്റന്റ് ആയിട്ട് വൺസ് PCOS ഉണ്ടാവുകയാണെങ്കിൽ ഇതിന് സിൻഡ്രോം എന്നാണ് പറയുക, ഇതിന് ഡിസീസ് എന്നല്ല പറയുന്നത്. അപ്പൊ ഇത് പിന്നീട് വരാനുള്ള ചാൻസസ് ഉണ്ടാവും, അല്ലെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് പോകാനുള്ള ചാൻസസ് വളരെ കുറവായിരിക്കും. അപ്പൊ ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് അവര് അത് ദേ ഹാവ് ടു മേക്ക് ഇറ്റ് ഒരു കണ്ടീഷൻ ഫോം ഓഫ് ഒരു ഇതാണ് നമ്മൾ ട്രീറ്റ്മെന്റ് ആണ്. എന്താ വെച്ചാൽ നമ്മൾ അവരെ ഈ ഇന്ന സമയത്ത് ഇത് ചെയ്യുക, ദിവസവും ഇത്ര എക്സസൈസ് ചെയ്യുക, അവര് കുറച്ച് ചെയ്താലും അതേ സമയത്ത് ചെയ്യുക എന്നുള്ളതൊക്കെയാണ്. അങ്ങനെ ഒരു യു വിൽ ഹാവ് ടു ഗൈഡ് ചെയ്യേണ്ടി വരും നമ്മളവരെ. പിന്നെ അവരുടെ ഫുഡില് ഓൾമോസ്റ്റ് ഇപ്പം ഒരു ബോള് റൈസും കാർബോഹൈഡ്രേറ്റ്സ് ആണെങ്കിൽ അതേ സൈസിലുള്ള ഒരു ബോള് അവര് ഫൈബേഴ്സ് എടുക്കാൻ പറയാം. ഫൈബേഴ്സ് എന്ന് പറയുമ്പോൾ എല്ലാ വെജിറ്റബിൾസും ഫ്രൂട്ട്സും സാലഡ്സും എല്ലാം ഇൻക്ലൂഡ് ആവും. അപ്പൊ അത് കഴിച്ചിട്ട് വേണം ബാക്കിയുള്ളത് കഴിക്കാനായിട്ട്. അപ്പം എന്താ ചെയ്യാച്ചാൽ ഞാൻ പൊതുവെ എന്താ ചെയ്യാച്ചാൽ അവരോട് പറയാറുള്ളത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കഴിച്ചോളൂ, പക്ഷെ ആദ്യം ഏറ്റവും കൂടുതൽ ബൗളുള്ള ഏറ്റവും കൂടുതൽ നിങ്ങൾ വെജിറ്റബിൾസ്, ദാറ്റ് ഇസ് 1 whole bowl ഓഫ് വെജിറ്റബിൾസ് കഴിക്കുക, എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കഴിച്ചോളൂ എന്ന് പറയാറ് പതിവ്. അപ്പൊ ഇപ്പൊ എന്താ പറ്റുക വെച്ചാൽ അവരോട് കഴിക്കരുത് എന്ന് പറഞ്ഞാൽ ദ മൊമെന്റ് വി ടെൽ ദം ഡോണ്ട് ഈറ്റ് ഇറ്റ്, അവർക്ക് അത് കൂടുതൽ കഴിക്കണമെന്ന്, നമ്മളവരുടെ ഭക്ഷണം കഴിക്കരുത്, അല്ല അത് കഴിക്കരുത് ഇത് കഴിക്കരുത് എന്ന് പറയുമ്പോൾ അവർക്ക് അത് കൂടുതൽ കഴിക്കണം എന്ന് ഉണ്ടാവാറുണ്ട്. അപ്പൊ എന്താ ചെയ്യാച്ചാൽ നിങ്ങൾ കഴിച്ചോളൂ, പക്ഷെ ഈ ഫുൾ വെജിറ്റബിൾസും സാലഡ്സും കഴിഞ്ഞിട്ട് വേണം നിങ്ങൾ കഴിക്കാനായിട്ട്. അപ്പൊ അവർക്ക് രാത്രി കഴിക്കണം, അല്ലെങ്കിൽ അപ്പൊ യൂഷ്വലി ഐ ടെൽ ദം പെർക്സ് എന്നുള്ള ഫോമിൽ, പെർക്സ് എന്ന് വെച്ചാൽ നിങ്ങൾ നടക്കാൻ പോവാണെങ്കിൽ എന്നിട്ട് നിങ്ങൾ ഭക്ഷണം കഴിച്ചോളൂ. അപ്പം വൈകുന്നേരത്തെ അത്ര നിങ്ങൾക്ക് കഴിക്കാനുള്ളതൊക്കെ നിങ്ങൾ ഇങ്ങനെയൊക്കെ കഴിക്കണമെങ്കിൽ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ ഇങ്ങനെയൊക്കെ ആയിരിക്കണം. അപ്പൊ നമ്മൾ അത് ഏൺ ചെയ്യണം എന്നുള്ള മട്ടിലാണ് ഞാൻ അവരെ ചെയ്യാറുള്ളത്. പിന്നെ ആദ്യം കാർഡിയോ വാസ്കുലർ എക്സസൈസസും അത് കഴിഞ്ഞാൽ പിന്നെ കോർ എക്സസൈസസും അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാറുണ്ട്. ഓക്കെ, പിന്നെ നെക്സ്റ്റ്, too much of insulin might cause your body to make too much of male hormone androgen. You could have trouble with ovulation and the process where eggs are released from the ovaries. അപ്പോൾ ഇൻസുലിൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ PCOD-യില്, ഇതില് ഇൻസുലിൻ ലെവല്. അപ്പൊ എന്താ ചെയ്യുക, അപ്പൊ മെയിൽ ഹോർമോൺ ആൻഡ്രോജൻ കൂടുതൽ ഇൻസുലിൻ ഫോം ചെയ്യുന്നതോറും മെയിൽ ഹോർമോൺ ആൻഡ്രോജൻ കൂടി വരും. One sign of insulin resistance is dark velvety patches of skin on the lower part of the neck, armpit, groin and under the breast. അപ്പം ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ള ആൾക്കാർക്ക് യൂഷ്വലി കണ്ടിട്ടുള്ള ചില ആൾക്കാർക്ക് കറുത്ത നെക്കിന്റെ അവിടെ കറുത്ത പാടുകൾ വെച്ചാൽ കണ്ട ഒരുമാതിരി തിളങ്ങണ വിധത്തിലുള്ള ഒരു കറുത്ത പാടായിരിക്കും. അത് കണ്ടാൽ നമ്മൾ കുറെ കേസസ് കാണും, നമുക്ക് കണ്ണുമ്പോൾ തന്നെ അറിയാം ഇവർക്ക് ഉണ്ടാവുന്നുള്ളൂ. പിന്നെ പൊതുവെ കണ്ടിട്ടുള്ളത് അറൌണ്ട് ദ മൗത്തും ഒരു ബ്ലാക്ക് ഡിസ്കളറേഷൻ കാണാറുണ്ട്. പിന്നെ അത് വരുന്നത് അത് ഫോർഹെഡിലാണ്. ഓക്കെ, അപ്പൊ പിന്നെ ഉള്ളത് ആംപിറ്റ്, ഗ്രോയിൻ, അണ്ടർ ദ ബ്രസ്റ്റ്, ഇതൊക്കെയാണ്. അവർക്ക് ഭയങ്കര ആപ്പിറ്റൈറ്റ് ആയിരിക്കും, വിശപ്പായിരിക്കും, വെയിറ്റ് ഗെയിൻ ഇസ് ആൻ അതർ സൈൻ. പിന്നെ ഉള്ളത് ലോ ഗ്രേഡ് ഇൻഫ്ലമേഷൻ ആണ്. ഒരു ലോങ്
term low-grade inflammation polycystic ovaries to produce androgens. This may lead to heart and blood vessel problems. That is long-term complication on heart and blood vessel problems. Then heredity. Heredity is genes and PCOS. PCOS and link genes and family. If our family diabetes നമ്മുടെ ഫാമിലി എല്ലാവർക്കും ഉണ്ട് എന്നുള്ളത്. അപ്പൊ അവരോട് എന്താ പറയാ, ഒത്തിരി സ്വീറ്റ്സ് കഴിക്കരുത് എന്ന് പറയാം അല്ലെ. അപ്പൊ ഒത്തിരി സ്വീറ്റ്സ് കഴിക്കാണ്ടിരിക്കുമ്പോൾ എന്താ ചെയ്യുക, അവർക്ക് അവരുടെ ലൈഫ് സ്റ്റൈൽ ഇങ്ങനെ ആയിരിക്കണം എന്ന് അറിയാം. പിന്നെ എപ്പോഴും മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക. ഇതുപോലെ തന്നെ PCOS ഉള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് ഇടയ്ക്കിടയ്ക്ക് പോയി ആ ഒരു പെർട്ടിക്കുലർ ഏജിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഇറഗുലാരിറ്റി കാണുമ്പോൾ അവരെ നേരത്തെ തന്നെ പറഞ്ഞു വെച്ചേക്കുക, അവര് സ്കാൻ ചെയ്യേണ്ടി വരും എന്നുള്ളത്. പിന്നെ എക്സസ് ആൻഡ്രോജൻ. With PCOS, the ovary may produce high levels of androgen, and having too much androgen interferes with ovulation. Androgen male hormone ആണ്. അത് നമ്മളെ എല്ലാ ശരീരത്തിലും മെയിലും ഫീമെയിൽ ഹോർമോൺ ഉണ്ട്, അതൊക്കെ അറിയാം നിങ്ങൾക്ക്. Having too much androgen, androgenന്റെ ലെവൽ കൂടുമ്പോൾ എന്താ പറ്റുക, ovulation അത് എഫക്ട് ചെയ്യും. This means that eggs do not develop on a regular basis and are not released from the follicles where they develop. Excess androgen also results in hirsutism and acne. പിന്നെ ട്രീറ്റ്മെന്റ് ആണ്. PCOS രണ്ടും ഏകദേശം ഒന്ന് തന്നെയാണ്. PCOS treatment focuses on managing symptoms, addressing the underlying hormonal imbalances, including lifestyle modification like diet and exercise. I already told you ഇപ്പോൾ അതിനെപ്പറ്റി പറഞ്ഞു. അപ്പൊ അതിന് ഒന്ന് ഹോർമോണൽ ഇംബാലൻസസ്, അത് നമ്മൾ മെഡിസിൻസും ബാക്കി എല്ലാം കൊണ്ട് ചെയ്യണം. പിന്നെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ആണ് അടുത്തത്. പിന്നെ റെഗുലേഷൻ ഓഫ് മെൻസ്ട്രൽ സൈക്കിൾസ്, അതിന് നമ്മൾ കുറച്ച് മെഡിസിൻസിന്റെ ഹെൽപ്പ് വേണ്ടിയിരുന്നു. ഹോർമോണൽ ലെവൽസും ഒക്കെ നമ്മൾ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക. ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ്, യൂഷ്വലി നമുക്ക് പലപ്പോഴും PCOS വരുമ്പോഴും അവർ ഫെർട്ടിലിറ്റിയുടെ സമയത്ത് അവർക്ക് PCOSും നമ്മൾ ബാക്കി സ്കാനിങ് ഒക്കെ ചെയ്യുമ്പോഴായിരിക്കും ചിലപ്പോൾ കണ്ടുപിടിക്കുക. PCOD ട്രീറ്റ്മെന്റ് ഓൾസോ സിമിലർലി മെഡിക്കേഷൻ ഉണ്ട്, ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ഉണ്ടാവും. അതിന്റെ PCOSന്റെ അത്ര അഗ്രസീവ് ആയിട്ട് നമ്മൾ സാധാരണ നമുക്ക് അത്രയും പുഷ് ചെയ്യേണ്ടി വരില്ല പേഷ്യൻസിനെ. കാരണം എന്ന് വെച്ചാൽ അവർക്ക് അത്രയും പ്രോബ്ലംസ് കാണാറില്ല. ഇവര് യൂഷ്വലി ഫെർട്ടിലിറ്റിയുടെ സമയത്ത് വരാൻ നേരത്ത് അവര് അത് ചെയ്യാൻ റെഡി ആയിരിക്കും. കാരണം നമ്മളിപ്പോ എക്സസൈസ് ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം എന്ന് പറയുമ്പോൾ അവര് ചെയ്യാൻ റെഡി ആയിരിക്കും. പക്ഷെ അതൊരു റിയലിസ്റ്റിക് വേ ആയിട്ടായിരുന്നു നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്താ പലപ്പോഴും പറ്റാന്ന് വെച്ചാൽ, ഒരിക്കലും ഒരു ജിമ്മ് കാണാത്ത ഒരാളോട് 1 hour ജിമ്മിൽ പോകുമെന്ന് പറയുമ്പോൾ അവരെന്താ ചെയ്യാച്ചാൽ ആ 1 hour പോയിട്ട് അടുത്ത ദിവസം പിന്നെ ഒരു മാസത്തേക്ക് അവർക്ക് പോകാൻ പറ്റില്ല, അവർക്ക് അനങ്ങാൻ പറ്റില്ല. അവർക്ക് അത്രയും ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഒരു 15 minutes അങ്ങനെ തുടക്കിയിട്ട് പിന്നെ അതൊരു 15 minutes ഒരു മന്തിലേക്ക് ചെയ്യുക, ഒരു ഹാബിറ്റ് ആക്കുക. പിന്നെ ആ 15 minutes എന്നുള്ളത് ഒരു ½ an hour ആക്കുക. അപ്പൊ നമുക്ക് അവരോട് ടാർഗറ്റ് കൊടുക്കുക, 15 minutesൽ 1 kilometer or 2 kilometer കവർ ചെയ്യുമ്പോൾ പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ അത് 3 kilometers ആക്കുക, പിന്നെ അത് 5 kilometers ആക്കുക. 5 kilometers ആയി കഴിഞ്ഞാൽ പിന്നെ ആ 5 kilometers എന്നുള്ളത് 45 minutes കൊണ്ട് തീർക്കാൻ പറയാൻ നോക്കുക. പിന്നെ കോർ എക്സസൈസസ് പറയുക. പിന്നെ എനിക്ക് ഏറ്റവും ഗുണകരമായിട്ട് കണ്ടിട്ടുള്ളത് ജമ്പിങ് റോപ്പ് ആണ്, സ്കിപ്പിംഗ് എന്ന് പറയുന്നത് അതാണ്. അപ്പൊ അത് ചെയ്യാൻ നേരത്ത് പ്രഷർ പോയിന്റ്സ് ഉണ്ട് അണ്ടർ ദ ഫീറ്റ്, ആക്യുപ്രഷറിന്റെ ഇതിൽ നോക്കാൻ നേരത്ത് ദാറ്റ് ഇസ് വെരി ഹെൽപ്ഫുൾ. അപ്പൊ നമ്മൾ ആ പാദത്തിലാണ് ചവിട്ടിയാണ് അത് ചെയ്യുക, ബെയർ ഫുട്ടായിട്ട് ചെയ്യാൻ പറയുക. പിന്നെ ഉള്ളത് യൂഷ്വലി ഈ ഡാൻസ് ഒക്കെ കളിക്കുന്ന ആൾക്കാർ, അവരൊക്കെ സ്പെഷ്യലി ക്ലാസിക്കൽ ഡാൻസസ് ഒക്കെ കളിക്കുന്നവർക്ക് അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാനൊക്കെ പറഞ്ഞ് അവരെ എൻകറേജ് ചെയ്യും. കോംപ്ലിക്കേഷൻസ് ഓഫ് PCOS may include fertility, gestational diabetes or pregnancy induced high blood pressure. അപ്പം PCOSൽ കണ്ടിട്ടുള്ളത് ഇൻഫെർട്ടിലിറ്റി ഉണ്ടാവും, ഹൈ ബ്ലഡ് പ്രഷർ ഉണ്ടാവും, മിസ്കാരേജ് വളരെ കോമൺ ആണ് PCOSൽ. അതുകൊണ്ട് അത് കംപ്ലീറ്റ് ആയിട്ട് മാറാണ്ട് ചിലവർ വേഗം അങ്ങ് പ്രഗ്നന്റ് ആയാൽ പല കേസസിലും അത് മിസ്കാരേജിലേക്ക് ലീഡ് ചെയ്യാറുണ്ട്. Non-alcoholic steatohepatitis, a severe liver inflammation caused by fat buildup in the liver. എന്താ പറ്റുക വെച്ചാല് സാധാരണ ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ് ആണ് നമ്മൾ കാണാക്കാറ്. നോൺ ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസിൽ ഈ ഫാറ്റ് അവിടെ പോയി അക്യുമുലേറ്റ് ചെയ്യും. അതുകൊണ്ടാണ് കോർ എക്സസൈസസ് അലോങ് വിത്ത് കാർഡിയോവാസ്കുലർ എക്സസൈസസ് മസ്റ്റ് ആണെന്ന് പറഞ്ഞത്. കാരണം അവർക്ക് യൂഷ്വലി അവർ ആബ്ഡമിനൽ ഫാറ്റും അതൊക്കെ അതിൻ്റെ അപ്പം നിങ്ങൾ ഇപ്പൊ കുറെ ടൈപ്പ് ഓഫ് എക്സസൈസസ് ഒക്കെ ഉണ്ട്. ഓക്കെ, അതിൽ ഒരു ½ an hour ഓഫ് കാർഡിയോവാസ്കുലർ എക്സസൈസും ബാക്കി ½ an hour ഓഫ് ഇത് ഒന്നും കിട്ടില്ല എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് സൂര്യ നമസ്കാരം, അതൊരു കംപ്ലീറ്റ് വർക്കൗട്ട് ആണ്. അത് ലൈക്കിനോ നിങ്ങൾക്ക് ചെയ്യിപ്പിക്കാം. അത് ഒരു ആദ്യം ഒരു 5 തുടങ്ങുക, ഒരു 6 sets, പിന്നെ ഒരു ലൈക്ക് ഇവൻച്വലി കുറച്ചായിട്ട് കൂട്ടാതെ.
പക്ഷെ അത് ഇറ്റ് ഇസ് ബെറ്റർ ലൈക്ക് അത് ഒരു സൂപ്പർവൈസ്ഡ് ആൾക്കാരുടെ അടുത്ത് പഠിക്കുന്നതാണ് നല്ലത്, തന്നെ ചെയ്യാണ്ടിരിക്കുകയാണ് നല്ലത്. അറിയെങ്കിൽ ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ അല്ലെങ്കിൽ ക്യാച്ചസും അതൊക്കെ ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ ഉള്ളത് മെറ്റബോളിക് സിൻഡ്രോം ആണ്, എ ക്ലസ്റ്റർ ഓഫ് കണ്ടീഷൻസ് including high blood pressure, high blood sugar, unhealthy cholesterol at triglyceride levels that significantly increases your risk of heart and blood vessels. That is a cardiovascular diseases. അപ്പോൾ cardiovascular exercises നിർബന്ധമാണെന്ന് പറയാൻ കാരണം ഇതാണ്, ഈ PCOS ഉള്ള ആൾക്കാർക്ക് അവർക്ക് റിസ്ക് ഓഫ് ഹാർട്ട് ഡിസീസസും ബ്ലഡ് വെസൽ ഡിസോർഡേഴ്സും ഭയങ്കര ഹൈ ആയിരിക്കും. പിന്നെ ടൈപ്പ് 2 ഡയബറ്റിസ് ഓർ പ്രീ ഡയബറ്റിക് സ്റ്റേജസ്, സ്ലീപ്പ് ആപ്നിയ, സഡൻ ആയിട്ട് ബ്രെത്ത്ലെസ്നെസ് ആവുക, രാത്രി കിടക്കാൻ നേരത്ത് അങ്ങനെ ഞെട്ടി എണീക്കുക, ഇതൊക്കെ സാധാരണ PCOSൽ കാണാറുള്ള സിവിയർ കേസസിലൊക്കെ ഇത് ഭയങ്കരമായിട്ട് കോമൺ ആയിട്ട് കാണുന്നതല്ല. പിന്നെ ഉള്ളത് ഡിപ്രഷൻ, ആങ്സൈറ്റി ആൻഡ് ഈറ്റിംഗ് ഡിസോർഡർ ആണ്. ഓക്കെ, ഡിപ്രഷൻ, ആങ്സൈറ്റി, ഈറ്റിംഗ് ഡിസോർഡർ എന്താ പറ്റുക വെച്ചാൽ, ഒന്നെങ്കിൽ ദേ ആർ ലൈക്ക് കുട്ടികൾ യൂഷ്വലി ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഭയങ്കര സ്ട്രെസ് ആണ്, പഠിത്തം സ്ട്രെസ് ഭയങ്കര ഇന്റൻസ് ആണ്, അവർക്ക് ഡിപ്രഷൻ ഉണ്ടാവുക വളരെ കോമൺ ആണ്. അണ്ടർലൈൻ പത്തോളജി ഒന്നും ഉണ്ടാവില്ല, ദേ മൈറ്റ് ബി എ കേസ് ഓഫ് ഡിപ്രഷൻ ഉണ്ടാവും. പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് കാണാറുണ്ട്, കൈ മുറിക്കുക, കാല് മുറിക്കുക. ഇറ്റ് ഇസ് ലൈക്ക് ഇതൊക്കെ ഒരു മെക്കാനിസം ആണ് ഫോർ ദം ടു ഡീൽ വിത്ത് ഡിപ്രഷൻ. അവർ സൂയിസൈഡൽ ടെൻഡൻസി ഉണ്ടോ എന്ന് ചോദിച്ചാൽ PD ഉള്ളവരെല്ലാവരും പോയി സൂയിസൈഡ് ചെയ്യണം നിർബന്ധമില്ല. പക്ഷെ ഡിപ്രഷൻ ഉള്ളാകുമ്പോൾ അപ്പൊ അവരുമായിട്ട് വർത്താനം പറയുക, കാറ്റാലിസിസ് പറയില്ല, നമ്മൾ വർത്താനം പറഞ്ഞ് ആദ്യം നമ്മൾ ആ കേസ് എടുക്കുമ്പോൾ തന്നെ അവരെ കൊണ്ട് ഉള്ളതൊക്കെ കുറച്ചായിട്ട് ട്രൈ ടു പ്രോബ് ഇൻ ടു അതെന്താ കാരണം എന്നുള്ളതൊക്കെ ഒന്ന് അറിഞ്ഞ് അവരുടെ റീസ്ട്രക്ചറിങ് എന്ന് പറയും, നമ്മൾ കൗൺസിലിംഗിന് അത് റീസ്ട്രക്ചറിങ് എന്നാണ് പറയാ. കാരണം ഒരു തോട്ട് പ്രോസസ്സിനെ നമ്മൾ കുറച്ച് ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ നമുക്ക് പഠിച്ചില്ലെങ്കിൽ, നമ്മൾ പാസ്സായില്ലെങ്കിൽ, നമ്മൾ ഫെയിൽ ആയ നമ്മുടെ ലൈഫ് എൻഡ് ഓഫ് ദ ലൈഫ് ആണെന്നുള്ള മട്ടിലൊക്കെ അപ്പൊ അവരോട് പറയാ, ഇല്ല, ഇറ്റ്സ് ഓക്കെ ടു ഫെയിൽ ചെയ്യുകയാണെങ്കിൽ തന്നെ കുറച്ചും കൂടെ നന്നായിട്ടിരുന്ന് കുറച്ചും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് പഠിക്കുക എന്നുള്ളത് ഒരു അങ്ങനെ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. പിന്നെ ആങ്സൈറ്റി കുറയ്ക്കാനുള്ള എക്സസൈസസ്, ബ്രീത്തിങ് എക്സസൈസസ്, പ്രാണായാമ, ഇതൊക്കെ പറഞ്ഞു കൊടുക്കുക. ഈറ്റിംഗ് ഡിസോർഡേഴ്സിൽ അവരോട് പറയാ, കുറെ സാലഡ്സ് ഉണ്ടാക്കി വെക്കും, സാലഡ്സ് വന്നും പോയും കഴിച്ചോട്ടെ, കാരണം അവർക്ക് ഒറ്റയടിക്കൊന്നും ആ ഈറ്റിംഗ് ഡിസോർഡേഴ്സ് ബിലോമിയ ഒന്നും കുറയ്ക്കാൻ പറ്റില്ല. എൻ്റെ ഒരു കേസ് ഉണ്ടായിരുന്നു, ആദ്യം ഭക്ഷണം കഴിക്കുക, പോയി കൈ ഇട്ടിട്ട് പിന്നെ ഛർദ്ദിച്ചളിയ, ലൈക്ക് സോ വി ഹാഡ് ലൈക്ക് അങ്ങനത്തെ ഈറ്റിംഗ് ഡിസോർഡേഴ്സ് ഉള്ള കുട്ടികളൊക്കെ വളരെ കോമൺ ആയിട്ട് ഇപ്പോഴത്തെ കാലത്ത് കാണാറുണ്ട്. അപ്പൊ അത് അവർക്ക് എങ്ങനെയൊക്കെയാന്നുള്ളത് പേരൻസിന് കൗൺസിലിംഗ് കൊടുക്കണം, കുട്ടികൾക്ക് കൗൺസിലിംഗ് കൊടുക്കണം, ലൈക്ക് ഇറ്റ്സ് എ ഹോൾ പ്രോസസ് ആണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് അവർക്ക് ഭക്ഷണം കഴിക്കാൻ ഇഷ്ടമുണ്ടെങ്കിലും അത് കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഓപ്ഷൻ കൊടുക്കുക. അപ്പൊ അവർക്ക് അവര് വെയിറ്റ് പുട്ട് ഓൺ ചെയ്യില്ല. പിന്നെ ഉള്ളത് ഈ PCOSന്റെ ലോങ് ടേം കോംപ്ലിക്കേഷൻ ഉള്ളത് എൻഡോമെട്രിയൽ ക്യാൻസറും ക്യാൻസർ ഓഫ് ദ യൂട്രൈൻ ലൈനിങ് ഒക്കെയാണ്. അതുകൊണ്ടാണ് PCOSനെ നമ്മൾ കുറച്ചും കൂടെ നമ്മള് PCOD, PCOS വളരെ കോമൺ ആണ്, ഇറ്റ് മൈറ്റ് ബി കോമൺ, ബട്ട് ഇവൻച്വലി എന്തൊക്കെ ആവാന്നുള്ളതും നമുക്ക് അറിഞ്ഞിരിക്കണം. ക്യാൻസറിനുള്ള വളരെ ചാൻസസ് ഉണ്ടാവും കുട്ടികൾക്ക്. ഓക്കെ, ഒബേസിറ്റി കോമൺലി ഒക്കേഴ്സ് വിത്ത് PCOS can worsen complications of the disorders. Though it may sound similar enough, PCOS, that is a polycystic ovarian syndrome, is a bit different from PCOD. In PCOD, the ovaries start releasing immature eggs that leads to hormonal imbalance and swollen ovaries, among other symptoms, while in PCOS, endocrine issues causes the ovaries to produce excess androgen, which makes eggs prone to become cysts. These cysts won't, however, be released like in PCOD. Rather, they build up in the ovary themselves. It's written over there, easy ആണ്. PCODയിൽ എന്താ പറ്റുക, ഓവറീസ് ഇമ്മച്ചുവർ എഗ്സ് റിലീസ് ചെയ്യും. ഓക്കെ, അതുകൊണ്ട് ഹോർമോണൽ ഇംബാലൻസും സ്വെല്ലിംഗ് ഓഫ് ദ ഓവറീസ് ഒക്കെ ഉണ്ടാവും. പക്ഷെ PCOSൽ ഹോർമോണൽ ഇംബാലൻസ് കൊണ്ട്, ദാറ്റ് ഇസ് എൻഡോക്രൈനൽ ഡിസോർഡേഴ്സും കൊണ്ടൊക്കെ എക്സസ് ആൻഡ്രോജൻ ഉണ്ടാവും. അതിൽ നിന്നുണ്ടാവുന്ന സിസ്റ്റ് ഫോർമേഷനും പിന്നെ ആ സിസ്റ്റ് അവര് റിലീസ് ആവാണ്ടിരിക്കുക, ഇതൊക്കെയാണ് PCOSന്റെ പ്രോബ്ലം. പിന്നെ ഹൈപ്പോതലാമിക് പിറ്റ്യൂട്ടറി ഓവേറിയൻ ആക്സിസ്, ഇത് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ലൈക്ക് കാരണം ഹൈപ്പോതലാമസ് ആണ് ഗൊണാഡോട്രോപ്പിൻ ഹോർമോണും FSH LH ഒക്കെ ഉണ്ടാക്കാനുള്ള ആക്സിസ്. അതൊക്കെയാണ് അവിടെ നിന്നൊക്കെയാണ് ട്രിഗർ കിട്ടുക. പിന്നെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിലേക്ക് അതിൻ്റെ ഇത് സിഗ്നൽ പോയിട്ട് പിന്നെ അവിടെ നിന്നാണ് ഓവേറിയൻ ഓവറീസിലേക്ക് പോവുക. അപ്പൊ പോളിസിസ്റ്റിക് ഓവേറിയൻ സിൻഡ്രോം ഇസ് എ കോംപ്ലെക്സ് എൻഡോക്രൈൻ ഡിസോർഡർ. അപ്പൊ ഇത് എൻഡോക്രൈൻ ഡിസോർഡറിൽ പെടുന്ന അസുഖമാണ് PCOS എന്നുള്ളത്. ദാറ്റ് എഫക്ട്സ് മെനി വിമൻ ഓഫ് റിപ്രൊഡക്റ്റീവ് ഏജ്. Okay, reproductive age in the, you have to classify. It is characterized by a range of symptoms, including irregular menstrual cycles, hormonal imbalances, ovarian cysts, and metabolic disorders. The hypothalamic pituitary ovarian HPO axis plays a crucial role in regulating the reproductive functions affected by PCOS.
The dysregulation of the HPO axis in the PCOS must result in several key features. Anovulation, irregular or absent ovulation is common in PCOS, leading to infertility or difficulty in conceiving. അപ്പോൾ ഒന്നെങ്കിൽ മെൻസസ് ഉണ്ടാവില്ല അല്ലെങ്കിൽ അത് ഭയങ്കര ഇറഗുലർ ആവും. Hyperandrogenism, elevated levels of androgens contribute to the physical mass manifestation of PCOS, such as acne, hirsutism, that is excessive hair growth, and male pattern baldness. ഇത് typical ആണ്. Insulin resistance, many women with PCOS also experience insulin resistance, which leads to metabolic issues like weight gain, type 2 diabetes, and cardiovascular problems. അപ്പോൾ മൂന്നും HPO ആക്സിസിന്റെ പ്രോബ്ലം കൊണ്ടാണ് ഉണ്ടാവാറ്. പിന്നെ കേസസിലേക്ക് കടക്കാണ്. 2 കേസ് എടുത്തിട്ടുള്ളൂ. PCOS റെഗുലർ ആയിട്ട് നമുക്ക് വരുന്ന കേസാണ്. അപ്പൊ എല്ലാം എടുത്തിട്ടില്ല ഞാൻ. 1-2 കേസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. 2 കേസ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കേസ് ആയതുകൊണ്ടാണ് 2 എടുത്തത്. പിന്നെ ബാക്കിയുള്ള റെഗുലർ PCOD മൈൽഡ് ആയിട്ടുള്ളത് അത് ഒന്നും അധികം ഇല്ലാത്തതൊന്നും എടുത്തിട്ടില്ല. മിസ്സസ് ഡി, ആ കുട്ടി ഷീസ് ഇൻ ഓസ്ട്രേലിയ ആയ കേസ്, അവരുടെ ഒരു കേസാണത്. അൾട്രാസോണോഗ്രാഫിയിൽ PCOS എന്ന് ഡയഗ്നോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹീമോഗ്ലോബിൻ പെർസെൻറ്റേജ് that is 11.5, TSH was normal, testosterone was normal, but HbA1c 5.9 ആണ്, FSH 5 normal, but LH was 20. ഇവിടെ നോക്കൂ, FS-LH ratio is more than 2:1 taken on 7th day of menses. FSH-LH ratio എന്താന്നുള്ളത് ഞാൻ പിന്നീട് ഇൻവെസ്റ്റിഗേഷന്റെ കാര്യത്തിൽ വരുമ്പോൾ പറയാം. LH എപ്പോഴും FSH-നെക്കാട്ടിലും കൂടുതലായിരിക്കും, 2:1 റേഷ്യോനെക്കാട്ടിലും കൂടുതലായിരിക്കും. അപ്പോഴാണ് ഈ PCO എന്നുള്ളത് നമ്മൾ ഇതാക്കുക. Menses irregular, no 2 menses are the same, occasionally heavy, sometimes scanty, once in 3 months ഒക്കെയാണ് ആ കുട്ടിക്ക് ഉണ്ടാവുക. ആ കുട്ടി കല്യാണം കഴിച്ച് പോയത് ഇത് ഓസ്ട്രേലിയയിലേക്കാണ്. അപ്പൊ അവിടെ നിന്നാണ് ആ കുട്ടിയുടെ കേസ് എനിക്ക് കിട്ടിയത്. സെൻസിറ്റീവ് ആണ്, മൈൽഡ്, ഇറിറ്റബിൾ, few days before menses, quite moody, feels slow and depressed easily, feels ആ കുട്ടിക്ക് she feels sad permanent, I mean usually because she's not getting pregnant എന്നുള്ളായിരുന്നു. All of husband's reports are normal. അപ്പൊ എന്താ പറ്റാച്ച സാഡ് ആവാൻ കാരണം എന്താ വെച്ചാല് ഇപ്പൊ അബ്നോർമാലിറ്റി ഹസ്ബൻഡിനും കുറച്ചുണ്ടായിരുന്നു, എനിക്ക് കുറച്ചുണ്ടെന്നാണെങ്കിൽ പിന്നെ അത്രയും നമുക്ക് അത്രയും വിഷമം ഉണ്ടാവില്ല. മറ്റേതൊരു ഗിൽറ്റ് ഫീലിംഗ് കൂടെ സാധാരണ ആൾക്കാരിൽ കാണാറുണ്ട്, വെന്നവ അയ്യോ ഞാൻ കാരണമാണല്ലോ എന്നുള്ളത്. Nobody says anything, everyone is very kind, all the in-laws and everybody were kind. അപ്പൊ ഈ കേസ് വന്നത് 21/1/2020 ആണ്. October 2020 ആയിരുന്നു ലാസ്റ്റ് മെൻസ്ട്രൽ പീരിയഡ് ഉണ്ടായത്. റെപ്പട്രൈസ് ചെയ്തിട്ടുണ്ട്, അത് ബാക്കിയുള്ളത് സിംറ്റംസ് ആ സിംറ്റമിന്റെ ബേസിസിൽ. പൾസ് കാലിക്കാർബയ്ക്കാണ് വന്നത്. അപ്പൊ ഈ കുട്ടി വെരി സെൻസിറ്റീവ് ആൻഡ് ഷി ക്രൈസ് വെരി ഈസിലി. ചെറിയ ചെറിയ കാര്യത്തിൽ പറയുമ്പോഴൊക്കെ തന്നെ കുറച്ച് സങ്കടമൊക്കെ വരുന്നുണ്ട്, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ആദ്യം കൊടുത്തത് പൾസ് 200 2 doses and FP6X 4 pills 4 times ആണ്. യൂഷ്വലി സ്പോട്ടിങ് ഉണ്ടാവണ അങ്ങനത്തെ കേസസ് ഒക്കെ വരുമ്പോൾ യൂഷ്വലി ഞാൻ കൊടുക്കാറുള്ളത് FP6X. എനിക്ക് വളരെ വിശേഷമായിട്ട് കിട്ടുന്ന ഒരു I get very good result with FP6X 4 pills 4 times in a day. സ്പോട്ടിങ്, ഇന്റർമീഡിയറ്റ് ബ്ലീഡിങ് അങ്ങനെ ഉണ്ടാകുമ്പോൾ യൂഷ്വലി FP6X കൊടുക്കാറുണ്ട്. പിന്നെ LMP 13/2/2022, menses scanty, pulsatilla 200 2 doses, folliculum 30, BD was given. Folliculum അത് ഞാൻ അതിന്റെ തിയറി വരുമ്പോൾ പറഞ്ഞുതരാം. പിന്നെ ഉള്ളത് പിന്നെ അടുത്ത മാസം അറൌണ്ട് 17/3/2022 മെൻസസ് വന്നു. SL 2 ഡോസ് കൊടുത്തു, പിന്നെ folliculum 30 OD കൊടുത്തു. പിന്നെ അടുത്ത ഏപ്രില് 23/4/2022 SL മാത്രം 2 ഡോസസ് കൊടുത്തു. മേല് 23, അപ്പൊ 17/23 അടുപ്പിച്ച് കിട്ടി. പിന്നെയും മേല് 25 ഉണ്ടായി മെൻസസ്. അടുത്ത മാസം മെൻസസ് ഉണ്ടായില്ല. അപ്പം SL തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു, ബിക്കോസ് പ്രഗ്നൻസി നോക്കാൻ വേണ്ടിയിട്ട്. ജൂലൈ 2022 പ്രഗ്നൻസി പോസിറ്റീവ് ആയി. ഇപ്പൊ ഒരു ആൺകൊച്ചാണ് ജനിച്ചത്, വെരി ക്യൂട്ട് ചൈൽഡ്. പിന്നെ ഇപ്പൊ അവരുടെ ഹസ്ബൻഡ് പേഷ്യന്റ് ആണ്, എൻ്റെ മലയാളിയാണ്. അപ്പൊ ഫോളിക്കുലം the dilution can help regulate hormonal imbalances in women. Folliculum 30 medicine of choice ആണ് എനിക്ക്. കേസ് 2 ഇത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കേസായിരുന്നു. ഇത് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ എന്നിട്ട് ഞാൻ FSH എങ്ങനെയാ ഉപയോഗിച്ച, LH ഞാൻ ഇടയ്ക്ക് LH ഉപയോഗിക്കാറുണ്ട് മെഡിസിൻ ഫോമില്, FSH ഉപയോഗിക്കാറുണ്ട്. അതെങ്ങനെയാ ഉപയോഗിച്ചെന്നുള്ളത്, ഏത് സമയത്താണ് കൊടുക്കണം എന്നുള്ളതൊക്കെ പിന്നെ പറഞ്ഞു. Each month between days 6 and 14 of the menstrual cycle, FSH causes follicles in one of the ovaries to begin to mature. Okay, അപ്പം 6 to 14th day ആണ് FSH ഓവറീസിൽ മെച്ചർ ചെയ്യുന്നത്. During 10 to 14 days, sorry,
only one of the developing follicles form a fully mature egg. At about day 14 in the menstrual cycle, a sudden surge in LH causes the mature follicle to rupture and release its egg. ഓക്കെ, അപ്പം ഫോളിക്കൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ വളരെ കുറവാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യുക വെച്ചാൽ 6th ഡേയിൽ അല്ലെങ്കിൽ 5th ഡേയിൽ ആ ഇൻവെസ്റ്റിഗേഷൻ യൂഷ്വലി 5th ഡേ ആണ് ചെയ്യാൻ പറയാ. അത് കഴിഞ്ഞ് അടുത്ത ദിവസം വരുമ്പോൾ 2nd to 5th ഡേ ആണ് നമ്മൾ അൾട്രാസോണോഗ്രാഫി ഒക്കെ ചെയ്യിപ്പിക്കാറ് അല്ലേ. അതെന്തിനാന്നുള്ളതൊക്കെ അതും വിൽ ബി എക്സ്പ്ലെയിനിങ് ഇറ്റ് ലേറ്റർ. അത് പിന്നീട് പറയാം. പിന്നെ ഈ ഇതിൽ എന്താ പറ്റാന്ന് വെച്ചാൽ 6 to 14 ഡേന്റെ സമയത്ത് FSH 200 ഒരു ഡോസ് ഞാൻ കൊടുക്കാറുണ്ട്. ഓക്കെ, അപ്പൊ യൂഷ്വലി 14th ഡേ വരെ വെയിറ്റ് ചെയ്യില്ല. ഞാൻ FSH 200 സിംഗിൾ ഡോസ് ഞാൻ ഒരു 5th അല്ലെങ്കിൽ 6th ഡേ കൊടുക്കും. അപ്പൊ അതെന്താ ചെയ്യാച്ചാൽ ആ FSHന്റെ ആ ഡോസ് നമ്മൾ ആ ഫോളിക്കൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണും ബാക്കിയുള്ള ആ പ്രോസസ്സ് മുഴുവനും എൻഹാൻസ് ചെയ്യണ്ടേ. ഓക്കെ, അപ്പൊ മിക്കവാറും ആ ഫോളിക്കൽ സ്റ്റിമുലേറ്റ് ആയിട്ട് പിന്നെ യൂഷ്വലി മിക്ക കേസസിലും എനിക്ക് LH കൊടുക്കേണ്ടി വരുന്നില്ല. പക്ഷെ ചില കേസസിൽ മാത്രം റപ്ചർ കാണില്ല, 1-2 മാസമായിട്ടും സമയത്ത് ഇത് മെച്ചുവർ ആയി റപ്ചർ ആവണില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഞാനൊരു 10th അല്ലെങ്കിൽ 11th ഡേ ഞാൻ LH കൊടുക്കാറുണ്ട് 200 പൊട്ടൻസി. ഓക്കെ, സോ അത് ആ LHും FSHും കൊടുക്കുന്നത് അതിന്റെ FSHന്റെ ആ പ്രോസസ്സ് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പിലാണ് കൊടുക്കുക. LH കൊടുക്കുന്നത് ഞാൻ പറഞ്ഞത് 10th to 14th ഡേ ആണ് അതിന്റെ പ്രോസസ്സ് തുടങ്ങുക, അതിന്റെ തൊട്ട് മുമ്പ് കൊടുക്കാറുണ്ട്. ഈ മെഡിസിൻസ് ഒക്കെ പ്രൊക്യൂർ ചെയ്തത് എന്റെ മമ്മിയുടെ നിന്നാണ്. ഷീ ഹാഡ് ഗോൺ ടു ജർമ്മനി ആൻഡ് ഷീ ഗോട്ട് എ ഫ്യൂ മെഡിസിൻസ്. അതിൽ നിന്ന് ഞാനും കുറച്ച് മാറ്റി. പിന്നെ ഈ കേസ് ഷീ വാസ് ഗേൾ ഓഫ് 20 years, നല്ല പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അത് ഒരു ഷീ ഗോട്ട് സം അവാർഡ്സ് ആൻഡ് ഓൾ. നല്ല പഠിക്കുന്ന ഒരു കമ്പ്യൂട്ടർ സയൻസ് കുട്ടിയാണത്. Menses irregular, LMP Jan 22, few drops after lots of medicines. Okay, അപ്പൊ ഇവര് ഒരു ബ്രാഹ്മിൻ ഫാമിലിയാണ്. അപ്പൊ അവർക്ക് അവരുടെ ലൈക്ക് the mother and father രണ്ടുപേരും ഇവിടുത്തെ ISROന്റെ സയന്റിസ്റ്റ് ഒക്കെയാണ്. പക്ഷെ അവര് അവർക്ക് ആയുർവേദം ഒക്കെ കുറെ ട്രൈ ചെയ്തു. പക്ഷെ അവര് മെനാർക്കി ആ കുട്ടിക്ക് ഉണ്ടായത് 14 years ആണ്. അപ്പൊ ഇവരുടെ ഒക്കെ പഴയ ആൾക്കാരൊക്കെ 18 വയസ്സിൽ 19 വയസ്സിലൊക്കെയാണ് മെൻസസ് ആയെന്നും പറഞ്ഞിട്ട് ഇവരെന്താ ചെയ്യുക, അപ്പൊ തൊട്ട് ഇറഗുലർ ആകുമ്പോഴും വലിയ ഡോക്ടേഴ്സ് കുഴപ്പമില്ല എന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് അവര് ഇതാക്കിയതാണ്. പക്ഷെ ലേറ്റർ ഓൺ ഐ കെയിം ടു നോ ലൈക്ക് അവർക്കൊക്കെ പണ്ടത്തെ കാലത്ത് ലേറ്റ് ആയിട്ട് മെൻസസ് വന്നോണ്ടിരുന്ന ഡോക്ടർ. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു 14 years ഒക്കെ അല്ലേ ആയുള്ളൂ, അപ്പൊ കുറച്ച് ലേറ്റ് ആവുമായിരിക്കും എന്ന് വിചാരിച്ചു. അൾട്രാസോണോഗ്രാഫിയിൽ മൈൽഡ് ഫാറ്റി ലിവറും ബൈലാറ്ററൽ പോളിസിസ്റ്റിക് ഓവറീസ് എന്നാണ് പറഞ്ഞത്. എസ് എന്നുള്ള ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടായില്ല. TSH സ്ലൈറ്റ്ലി എലിവേറ്റഡ് ആണ്. അപ്പൊ തൈറോയിഡ് ഇങ്ങനെ ഉണ്ടാവുമ്പോഴും യൂഷ്വലി എന്താ പറ്റുക ഇതേമാതിരിയുള്ള കേസസ് വി സീ ദാറ്റ് സംടൈംസ് ഇറ്റ് ക്യാൻ ഗെറ്റ് എ ലിറ്റിൽ എലിവേറ്റഡ്. HbA1c വാസ് 5.1. Leukorrhea thick white, no order, no itching. Stress due to studies, very good in studies, spends lots of hours in the same, very strict upbringing, Tamil Brahmin family. ഇത് റെപ്പട്രൈസ് ചെയ്തപ്പോൾ പൾസെറ്റ്ല നാട്രോമോർസെപ്പി ഒക്കെയാണ് വന്നത്. പക്ഷെ ഈ കുട്ടി പൾസെറ്റ്ലി ആയിരുന്നില്ല. ഷീസ് നോട്ട് ലൈക്ക് അങ്ങനെ ക്രൈ ചെയ്യണ കാറ്റഗറി ആയിരുന്നില്ല. എല്ലാം ഉള്ളി വെച്ചിട്ട് അധികം ഇമോഷൻസ് ഒന്നും കാണിക്കാണ്ടൊക്കെ ഉള്ള ഒരു കുട്ടിയാണ്. അപ്പൊ ഞാൻ കൊടുത്തത് നാട്രോമോർ 201 ഡോസ് ആണ്. ചിലപ്പോൾ നമുക്ക് കിട്ടുന്നത് റെപ്പട്രൈസ് ചെയ്ത് കിട്ടുന്നത് പൾസെറ്റ്ലി ആയിരിക്കും. പക്ഷെ നമ്മൾ കേസ് എടുക്കാൻ നേരത്തെ അതാണ് ദാറ്റ് കംപ്ലീറ്റ് കേസ് ഹിസ്റ്ററി ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ലൈക്ക് ടു സ്പെഷ്യലി മെന്റൽസ് അവരുടെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അവരുടെ ബോഡി ലാംഗ്വേജ് ഇമ്പോർട്ടൻ്റ് ആണ്. അവർ ഇരിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ഫോസ്ഫറസ് പോലെ മുന്നോട്ട് നിൽക്കുന്നുണ്ടോ അതൊക്കെ നമുക്ക് ആ ബോഡി ലാംഗ്വേജ് തൊട്ട് എല്ലാം നമ്മൾ വി ഹാവ് ടു ലുക്ക് അറ്റ് ഇറ്റ്. പിന്നെ August 2022, no menses in August, was asked to do a few tests, but the patient had exams and never came to collect medicines. Patient's mother comes. അപ്പൊ അതിന്റെ മമ്മിയാണ് വന്ന് വാങ്ങിച്ചോണ്ടൊക്കെ ഉണ്ടത്. ആദ്യത്തെ പ്രാവശ്യം മാത്രം ഞാൻ കണ്ടു. അത് കഴിഞ്ഞ് അതിന്റെ അമ്മയാണ് വന്ന് മെഡിസിൻ വാങ്ങിച്ചോണ്ടത്. ആ കുട്ടിക്ക് എക്സാമും പഠിത്തവും പ്രോജക്ട്സും അങ്ങനെ എന്തൊക്കെയോ എന്തോ ഒരു പ്രോജക്റ്റിലൊക്കെ വർക്ക് ചെയ്യണ്ടായിരുന്നു ആ കുട്ടി കോളേജിന് വേണ്ടിയിട്ട്. ഈ കുട്ടിക്ക് കുറേ മാസങ്ങളായിട്ട് വരാത്ത മെൻസസ് ആയതുകൊണ്ട് യൂഷ്വലി എനിക്ക് അശോക കുട്ടികൾക്ക് കൊടുക്കാൻ ഞാൻ പ്രിഫർ ചെയ്യാറുണ്ട്. പക്ഷെ അഡൽട്സിന് ഞാൻ കൊടുക്കാൻ ഇഷ്ടപ്പെട്ടത് ഗോസിപ്പിയ ഒക്കെയാണ്. ഗോസിപ്പിയം കുറച്ച് സ്ട്രോങ് ആണ്. ചിലപ്പം അത് കൊടുക്കാൻ നേരത്ത് മെൻസസ് വല്ലാണ്ട് ഫ്ലോ ഇൻക്രീസ് ചെയ്യാനൊക്കെ കാണാറുണ്ട്. അപ്പൊ അശോക കുറച്ചും കൂടെ സേഫർ ആണ്. പിന്നെ ഇറ്റ് ഇസ് ലൈക്ക് എ യൂട്രൈൻ ടോണിക് ഓൾസോ ആൻഡ് വൺ ഓഫ് ദി ബെസ്റ്റ് ടോണിക്സ് ഫോർ ചിൽഡ്രൻ ഓൾസോ. അപ്പൊ അത് അശോക ഞാൻ സ്റ്റാർട്ട് ചെയ്ത് വാസ് ഗിവൻ നാട്രോമോർ 201 ഡോസ്. അത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആക്നെ വരാൻ തുടങ്ങിയെന്ന് പറഞ്ഞിട്ട് വിളിച്ചു. TSH പിന്നെ ഞാൻ TSHന്റെ ഇതിൽ ഞാൻ എക്സസൈസ് ചെയ്യിപ്പിക്കും. പിന്നെ ഗോയിങ് ഇൻ ടു സൺലൈറ്റ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ തൈറോയിഡ് ഉള്ള ആൾക്കാർക്ക്. വൈറ്റമിൻ D ഡെഫിഷ്യൻസീസ് ഉണ്ടാവും. വൈറ്റമിൻ D, വൈറ്റമിൻ K ഇതൊക്കെ ഒരു ലിങ്കാണ്. അങ്ങനത്തെ പ്രോബ്ലംസ് ഉണ്ടാവാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് വിത്തിൻ സോ മെനി ഡേയ്സ് ഷീ സ്റ്റാർട്ടഡ് ഷോയിങ് എൻ ഇംപ്രൂവ്മെന്റ് ഇൻ TSH.
Menses appeared on 12th of October 2029, 22nd. അത് കഴിഞ്ഞ് പിന്നെ ആ കുട്ടി ഭയങ്കര എൻഗ്രോസ്ഡ് ആയിരുന്നു സ്റ്റഡീസിൽ. അത് നേരെ ചൊവ്വ അന്ന് മെഡിസിനും എടുക്കണ്ടായില്ല. നോ മെൻസസ് അപ്പിയർഡ് ടിൽ May 2023. ജൂണിൽ അവസാനം ആ കുട്ടി വന്നു, അതിന്റെ എക്സാം എല്ലാം കഴിഞ്ഞിട്ട് വന്നു. അപ്പൊ ടെസ്റ്റോസ്റ്റെറോൺ വാസ് 77.40, ഫ്രീ ടെസ്റ്റോസ്റ്റെറോൺ 1.23. പിന്നെ ഉള്ളത് testosterone bioavailable 30.325 ആണ്. Refers to both free testosterone, that which is bound to the albumin. TSH 2.5. She won an award in that project. അവർ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന പ്രോജക്റ്റിൽ അവാർഡും കിട്ടി. Folliculum 30 തുടങ്ങി, no menses. FSH 200 2 doses given. Folliculum 30 OD. Menses 6/9/2023 ഉണ്ടായി. പിന്നെയും Folliculum 30 OD കൊടുത്തു. പിന്നെ നാട്രമോർ അധികം കൊടുക്കേണ്ടി വന്നില്ല പിന്നെ, കാരണം കുട്ടി വാസ് മോർ റിലാക്സ്ഡ് ആൻഡ് ഷി വാസ് ഏബിൾ ടു ഡു മോർ എക്സസൈസസ് എക്സെട്ര ആഫ്റ്റർ ദ പ്രോജക്ട് ഗോട്ട് ഓവർ. പിന്നെയും ഫോളിക്കിളിൽ നിന്ന് തന്നെ കണ്ടിന്യൂ ചെയ്തു. പിന്നെ 25/10/2023 വന്നു. പിന്നെ നവംബർ ഡിസംബർ ഇതുവരെയ്ക്കും ആ കുട്ടിയുടെ മെൻസസ് റെഗുലർ ആയിട്ട് വരുന്നുണ്ട്. അപ്പം റെഗുലർ ആയിട്ട് വരാൻ നേരത്ത് യൂഷ്വലി ഐ ഡോണ്ട് ഇന്റർഫിയർ മച്ച് വിത്ത് മെഡിസിൻസ്. അത് പക്ഷെ കുട്ടി എക്സസൈസ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞ മാതിരി അതെല്ലാം ചെയ്യേണ്ടത്. വല്ലാണ്ട് FSH LH ഒക്കെ നോർമൽ ആയിരുന്നു, അതുകൊണ്ട് ഇതിലൊന്നും എഴുതണില്ല ഇവിടെ. ബാക്കി ആ ടെസ്റ്റോസ്റ്റെറോൺ ലെവലായിരുന്നു കുറച്ച് ഹൈ ആയിട്ടുണ്ടായിരുന്നത്. ഇൻസുലിൻ കൺട്രോൾ, അപ്പൊ നടക്കാൻ പോകുന്നുണ്ട്, ബാക്കിയൊക്കെ ചെയ്യണുണ്ട് ഇപ്പൊ. പിന്നെ റെമഡീസിലേക്ക് വരാം. കാൽക്കേരിയ കാർബാണ് ഫസ്റ്റ് റെമഡി. മെൻസസ് ടു പ്രൊഫ്യൂസ് ടു ലോങ്, കാൽക്കേരിയ കാർബും. തൂജ ടു സ്കാൻറ്റി ആണ്. അത് ഒന്നും കിട്ടിയില്ല. ചിലപ്പോൾ കേസ് എടുക്കുമ്പോൾ നമുക്ക് കുറെ മെഡിസിൻസ് ഒന്നും മനസ്സിലാവില്ല എന്ന് തോന്നും ചിലപ്പോൾ. അപ്പൊ യൂഷ്വലി കാൽക്കേരിയ കാർബ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ ടു പ്രൊഫ്യൂസ് ടു ലോങ് അത് കാൽക്കേരിയ കാർബ് കൊടുക്കും, അല്ലെങ്കിൽ പൾസെറ്റ്ല. പിന്നെ സ്കാൻറ്റി ഒക്കെ ആണെങ്കിൽ യൂഷ്വലി നാട്രമൂർ കൊടുക്കാറുണ്ട്. പിന്നെ fair fatty flabby but not strong, feet cold, respiration profuse, least mental excitement, physical exertion increases the flow. അത് സൾഫർ ആൻഡ് ട്യൂബക്കലിനും അങ്ങനെ കാണാറുണ്ട്. Aggravation full moon, easy displacement of uterus, milky leukorrhea, sterility with copious menses, uterine fibroids or polyp. Xanthosylum dysmenorrhea വളരെ എനിക്ക് കൊടുക്കാറുള്ള മെഡിസിൻ ആണ്. along with Macphos, Colosynth, ഇതെല്ലാം സാധാരണ കൊടുക്കാറുണ്ട്. Xanthosylum, menses too early and painful, ovarian neuralgia left side ലുള്ളത്, pain in loin region, below the rib cage to just above the pelvis. റിബ് കേജിന്റെ താഴെ നിന്ന് പെൽവിസ് വരെയും ഒരു പെയിൻ ഉണ്ടെന്നെങ്ങാനും അവിടെയാണ് പെയിൻ നമ്മുടെ പിടിക്കാൻ നേരത്തൊക്കെ Xanthosylum യൂഷ്വലി എല്ലാത്തിനും ഞാൻ കൊടുക്കാറുണ്ട്. ഡിസ്മെനോറിയ വല്ലാണ്ട് സിവിയർ ആണെങ്കിൽ അത് ഞാൻ കൊടുക്കാറുണ്ട്. പെയിൻ എക്സ്റ്റെൻഡിങ് ഡൗൺ ദ തൈസ്, അത് പെൺകുട്ടികൾക്ക് പൊതുവെ കാണാറുള്ള ഒരു സിംറ്റം ആണ്. ന്യൂറാൾജിക് ഡിസ്മെനോറിയ ആണ്. ന്യൂറാൾജിക് ഇസ് ഡിഫറെന്റ് ഫ്രം സ്പാസ്മോഡിക് ഡിസ്മെനോറിയ, എല്ലാവർക്കും അത് അറിയാതെ. പിന്നെ ഉള്ളത് ന്യൂറാൾജിക് ഹെഡ് ഏക്സ്, മെൻസസ് ബ്ലാക്ക് ആൻഡ് തിൻ, thin constitution generally, nervous individuals, better vomiting, aggravation sleeping, but amelioration lying down. Dreams of flying അതിലുണ്ടായിരുന്നു, ഞാൻ എഴുതിയേ ഉള്ളൂ. പക്ഷെ എല്ലാ ആൾക്കാർക്കും ഡ്രീംസ് ഓഫ് ഫ്ലൈയിങ് എന്ന് വരില്ല. പക്ഷെ ഡ്രീംസ് ഓഫ് ഫ്ലൈയിങ്ങിന് എന്താണ് ഡിപിക്ട് ചെയ്യാന്നുള്ളതും നമ്മള് ഇപ്പം ഇന്നലെ ഒരു കേസ് ഉണ്ടായിരുന്നു, ബീങ് പെർസ്യൂഡ് ബൈ എലിഫൻസ് എന്നുള്ളത്. അപ്പം പെർസ്യൂഡ് എന്ന് പറയുമ്പോൾ അത് നമ്മൾ ആരോ എലിഫൻസും ചിലപ്പോൾ നമുക്ക് ആ ടിപ്പിക്കൽ ആയിട്ടൊന്നും കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാച്ചാൽ ബീങ് ചേസ്ഡ് ബൈ എലിഫൻസ് എന്നുള്ളത് ബീങ് പെർസ്യൂഡ് എന്നുള്ളൊരു ഇതിൽ റൂബ്രിക്കില് നമുക്കത് ഇടാം. ഇത് ഫ്ലൈയിങ് എന്നുള്ള റൂബ്രിക്കില് വി ക്യാൻ ട്രൈ ടു ഗെറ്റ് ഇറ്റ്. പിന്നെ ഉള്ളത് തെലാപ്സി ബേഴ്സയാണ്, മെട്രോറേജിയ, വയലന്റ് യൂട്രൈൻ കോളിക്, ഓൾട്ടർനേറ്റ് പീരിയഡ്സ് ആർ പ്രൊഫ്യൂസ്. തെലാപ്സി ബേഴ്സ് ഇതിൽ കണ്ടിട്ടുള്ളത് ഒരു ഭയങ്കര ഒരു പ്രിഡോമിനന്റ് ആയിട്ടുള്ള ഒരു സിംറ്റം കണ്ടിട്ടുള്ളതാണത്. ചില കുട്ടികൾ, എനിക്കൊരു കുട്ടിയുണ്ട്, അത് ഷൂട്ടിങ്ങിൽ അതിന്റെ സ്റ്റേറ്റ് ലെവൽ ചാമ്പ്യൻ ആണ്. ആ കുട്ടിയുടെ ഓൾട്ടർനേറ്റ് പീരിയഡ്സ് പ്രൊഫ്യൂസ് ആയിരിക്കും. ആ കുട്ടി ഇപ്പം ഭയങ്കരമായിട്ട് അത് ഓൾമോസ്റ്റ് ലൈക്ക് കഴിഞ്ഞ വർഷം 10 hours ഒക്കെ അതിരുന്ന് പ്രാക്ടീസ് ഒക്കെ ചെയ്യേണ്ടി വന്നു. അവര് ഷൂട്ടിങ്ങിന് വേറൊരു നാട്ടിലാണ് പോയത്. അവിടെ ഓൾമോസ്റ്റ് 10 hours and all they had to do it. പിന്നെ യൂട്രൈൻ ഫൈബ്രോയിഡ്സ്, ക്രാമ്പിംഗ് പെയിൻ, ക്യുപ്രമെറ്റാലിക്കം, വയലന്റ് ക്യുപ്രമെറ്റാലിക്കം ക്രാംസിന് യൂഷ്വലി നമ്മൾ ഗ്രോയിങ് പെയിൻസിനൊക്കെ കൊടുക്കാറുണ്ട്. കുട്ടികൾ കാലുവേദന എന്നൊക്കെ പറഞ്ഞ് വരാൻ നേരത്ത് അവർക്കും ക്യുപ്രമെറ്റ നല്ലതാണ്. പൂച്ചി പിടിക്കാന്നൊക്കെ പറയില്ല, അങ്ങനെ. പിന്നെ വയലന്റ് കോളിക്, ദാറ്റ് ഇസ് മാക്ഫോസ് ആൻഡ് കോളോസിന്ത് നല്ലതാണ്. ക്ലോട്ട്സ്, ലുക്കോറിയ, സ്റ്റെയിൻ ചെയ്യണ ലുക്കോറിയ, തെലാസിബസ് ഉണ്ട്, ക്രിയോസോട്ടം ഉണ്ട്,
പിന്നെ ഓവർടോസ്റ്റ വാട്ട് വി ഗീവ് ഫോർ ലുക്കോറിയ 3x അത് കൊടുക്കാം. സ്കേഴ്സ്ലി റിക്കവേഴ്സ് ഫ്രം 1 മെൻസസ് നെക്സ്റ്റ് പീരിയഡ് സ്റ്റാർട്ട്സ് അതിനും തലാപ്സിക് ബേഴ്സ കൊടുക്കാം. Okay, pain, lower abdomen, aggravation or waking up in the morning. Pet desires buttermilk or anything that makes them feel energetic. Buttermilk, ചിലവര് പറയും ബട്ടർമിൽക്ക് കുടിക്കുമ്പോൾ നല്ല സുഖ ഡോക്ടറെ, നല്ലൊരു ഫീലിംഗ് ആണ്, അതിൽ വയറൊക്കെ കുറയും, അങ്ങനെയൊക്കെ പറയാൻ നേരത്തും തലാസ്ഫിയ, യു ക്യാൻ തിങ്ക് ഓഫ് ഇറ്റ്. ദീസ് ആർ ലൈക്ക് PQRS പോലെയുള്ള സിംറ്റംസ് ആണ്. ഡിസയേഴ്സ് ടു മൂവ് അബൌട്ട്. സോ യൂഷ്വലി എന്താ ചെയ്യുക, നമുക്ക് വയറുവേദന എടുക്കണമെന്ന് പറയുമ്പോൾ ഒരു സ്ഥലത്ത് പോയി കുച്ചി കിടക്കുക ചെയ്യുക പെൺകുട്ടികൾ. പക്ഷെ ഇവിടെ എന്താ ചെയ്യുക വെച്ചാൽ തലാപ്സി പേഴ്സൺ ഷീ ലൈക്ക് ടു മൂവ് അറൗണ്ട്. ഓക്കെ, പിന്നെ ഇതിന്റെ കൂടെ ഹമാമെലിസ് തിങ്ക് ചെയ്യാം, പിന്നെ ട്രില്ലിയം തിങ്ക് ചെയ്യാം. വി ക്യാൻ തിങ്ക് ഓഫ് ട്രില്ലിയം, ഹമാമെലിസ്, മില്ലിഫോളിയം, ഇങ്ങനത്തെ മെഡിസിൻസ് ഫോർ ഇൻക്രീസ്ഡ്, sorry, throat is getting dry. Sabina, menses profuse, bright red blood like millefolium, discharge of blood between periods. FP ന്റെ കൂടെ ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്യണ ഒരെണ്ണമാണ് സബീന. സബീന 30 പൊട്ടൻസി ഞാൻ കൊടുക്കാറുണ്ട്. പെയിൻ ഫ്രം സേക്രം ടു പ്യൂബിസ്, പെയിൻ ബിലോ അപ്വേർഡ് ഷൂട്ടിംഗ് അപ്പ് ദ വെജൈന ആൻഡ് തൈസ്, ക്ലോട്ടഡ് ബ്ലഡ്, അഗ്രിവേഷൻ, ലീസ്റ്റ് എക്സേർഷൻ. തലാസിബേഴ്സിക്ക് നടക്കണം. ഈ സബീന കുറച്ചൊന്ന് അനങ്ങിയ അപ്പം ബ്ലഡ്, ക്ലോട്ടഡ് ബ്ലഡ് ഉണ്ടാവും. ഇൻഫെക്ഷൻ ഓഫ് യൂട്രസ് ആഫ്റ്റർ അബോർഷൻ, അബോർഷൻ കഴിയുമ്പോൾ സബീന കൊടുക്കുന്നത് നല്ലതാണ്. മ്യൂസിക് ഇൻടോളറബിൾ. തൂജയില് സൈക്കോട്ടിക് ടെൻഡൻസി ആണ്, അപ്പൊ അതൊന്ന് സപ്രസ് ചെയ്ത് ഉള്ളി വെക്കുന്നു, അങ്ങനെ ഓർക്കാം. മെൻസസ് ടു ഏർലി, ടു ഷോർട്ട് ആണ്, കുറച്ചേ ബ്ലീഡിങ് ഉണ്ടാവുള്ളൂ. വെജനസ്നെസ്സില് or vagina sensitive, so sensitive it prevents coition. Left ovarian pain, aggravation, menses, cervical erosion. Aile nitric acid nallൊരു medicine ആണ്, cervical erosion. Warts ന് തൂജ, nitric acid, all psychotic medicines can be given. Feeling of low self-esteem and birthlessness. ഇത് ഇപ്പോഴത്തെ IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരിൽ ഐ ഹവ് സീൻ ദിസ് ലോ സെൽഫ് എസ്റ്റീം ആൻഡ് ബർത്ത്ലെസ്നെസ് ഇൻ സ്പൈറ്റ് ഓഫ് ഡൂയിങ് വെൽ. അപ്പൊ നമ്മൾ വിചാരിക്കും ഇത്രയും നന്നായിട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് എന്തിനാ ലോ സെൽഫ് എസ്റ്റീം എന്ന് പറഞ്ഞാൽ അതൊരു സ്ലൈറ്റ് ഡിപ്രസീവ് കണ്ടീഷൻ ആണത്. Folliculum, the dilution helps in regulating hormonal balance in women, stimulates the production of hormones in the body, and may help in regulating the female cycles. Excuse me. The remedy folliculum is made from the estrone, a synthetic form of estrogen. Women needing the remedy folliculum often experience symptoms from ovulation to menses. ഇൻസുലിൻ ഈ മെഡിസിൻ ഞാൻ സാധാരണ കൊടുക്കാറുണ്ട്. HbA1c സ്ലൈറ്റ്ലി ഹൈ ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഐ യൂസ് ടു ഗീവ് ഇൻസുലിൻ. ഒരു മിനിറ്റ് കേട്ടോ. FSHന്റെ ഇത് ഒരു അവരുടെ റിസർച്ച് നടന്നിട്ടുള്ള ഒരു പേപ്പറാണിത്. FSH 6CHന്റെ അത് ഡീറ്റെയിൽ ആയിട്ട് പോണില്ല. ചെറിയൊരു ത്രോട്ടിന്റെ പ്രോബ്ലം ആയിട്ടിരിക്കുകയാണ്. പിന്നെ മെൻസസ് ഇൻഡ്യൂസ് ചെയ്യാനുള്ള മെഡിസിൻസ് ഏതൊക്കെയാണെന്നുള്ളതാണ് എഴുതിയിരിക്കുന്നത്. അശോക ക്യൂ, സെനീഷ്യോ ഓറസ് 30 അല്ലെങ്കിൽ ക്യൂ പൊട്ടൻസി. Ashoka is used for female reproductive problems. Its stimulant, oxytocin, and spasmogenic action makes it fit for acting on female organs. പിന്നുള്ളത് സെനീഷ്യോ ഓറസ് ആണ്, 30 or Q, ഫീമെയിൽ ഡിസോർഡേഴ്സ്, യൂറിനറി കംപ്ലൈൻസ്, റെസ്പിറേറ്ററി കംപ്ലൈൻസ്. സെനീഷ്യോയിൽ ഒരെണ്ണം കാണാറുള്ളത് യൂറിനറി കംപ്ലൈൻസും ഫീമെയിൽ കംപ്ലൈൻസും ഉണ്ടാവും. ചിലവർക്ക് ഫീമെയിൽ കംപ്ലൈൻസും റെസ്പിറേറ്ററി കംപ്ലൈൻസും
ഒന്നെങ്കിൽ ബാക്ക് ഏക്ക് ആസ്മയോ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ സെനീഷോ നല്ലതായിട്ട് വർക്ക് ചെയ്യാറുണ്ട് വിത്ത് ബാക്ക് ഏക്ക് ആൻഡ് ഡിസ്മെനോറിയ ആൻഡ് ദേ ഹാവ് അനീമിയ. പിന്നെ ഗൊസീപ്പിയം ടിങ്ചർ എനിക്ക് വളരെ വിശേഷമായിട്ട് തോന്നിയിട്ടുള്ള ഒരു മെഡിസിൻ ആണിത്. ഗൊസീപ്പിയം പഞ്ഞിയാണ്, നമ്മുടെ കോമൺ കോട്ടൺ പഞ്ഞിയാണിത്. അതിന്റെ ടിങ്ചർ ഇറ്റ്സ് എൻ എഫക്റ്റീവ് റെമഡി ഫോർ എയിൽമെന്റ്സ് റിലേറ്റഡ് ടു ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം, യൂസ്ഫുൾ ഇൻ റെഗുലേറ്റിംഗ് ഇറഗുലർ പീരിയഡ്സ് ആൻഡ് ഹെൽപ്സ് ഇൻ റീറ്റെയിനിങ് നോർമൽ സൈസ് ഓഫ് യൂട്രസ് പോസ്റ്റ് ഡെലിവറി. ഇത് പക്ഷെ ഗൊസീപ്പിയം മെൻസസ് വന്നു കഴിഞ്ഞാൽ ഉടനെ ഞാൻ സാധാരണ നിർത്തിക്കാറുണ്ട്. പിന്നെ അത് കാരണം അതിന്റെ ആക്ഷൻ നല്ല സ്ട്രോങ് ആണ്. അത് കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്താൽ ചിലവർക്ക് വല്ലാണ്ട് ബ്ലീഡിങ് കൂടുന്നതായിട്ട് കാണാറുണ്ട്. അപ്പൊ കുട്ടികൾക്കൊന്നും ഞാൻ പൊതുവെ ഇത് കൊടുക്കാറില്ല. പിന്നെയും കൊടുക്കുന്നത് കുറച്ചുകൂടെ അഡൽട്ട് കേസസിലൊക്കെയാണ്. നമ്മൾ ഒത്തിരി അഡമന്റ് ആയിട്ടുള്ള എമിനോറിയ ഉള്ള കേസസിൽ ഗൊസീപ്പിയം നല്ല ആക്ഷൻ കിട്ടാറുണ്ട്, പക്ഷെ കൂടുതൽ കൊടുക്കാറില്ല. PCOSന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇതിലേക്കാണ് നമ്മളിപ്പോൾ പോണത്. ഇൻവെസ്റ്റിഗേഷൻസ് ആണ്. പെൽവിക് അൾട്രാസോണോഗ്രാഫി അതെന്തിനാ ചെയ്യണേന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ സ്മോൾ ഫോളിക്കിൾസ് കാണാൻ വേണ്ടിയിട്ടാണ്. അതെന്തിനാണ് രണ്ടാം ഡേ 2 to day 5 ഓഫ് മെൻസ്ട്രൽ സൈക്കിളിലാണ് നമ്മൾ സാധാരണ ചെയ്യാറ്. അതിന് കാരണം എന്താ വെച്ചാൽ ആ ഡോമിനന്റ് ഫോളിക്കിൾസ് നമുക്ക് ക്ലിയർ വ്യൂ കിട്ടണ ആ ദിവസങ്ങളാണ്. അപ്പൊ സെക്കൻഡ് ഡേ ഒക്കെ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ യൂഷ്വലി ഐ ടെൽ ദം ഇപ്പൊ 3 days ഉള്ള 4 days ഉള്ള സൈക്കിളിൽ ആൾക്കാരാണെങ്കിൽ ഓക്കെ കഴിഞ്ഞ ഉടനെ പൊക്കോളൂ പറയും. ഇല്ലാന്നുണ്ടെങ്കിൽ 5th day എന്തായാലും ഞാൻ ചെയ്യിപ്പിക്കാറുണ്ട്. During this time, the ovaries are less likely to contain dominant follicles or corpus luteum, which may later develop in the cycle, and potentially they'll interfere with the diagnosis. കോർപ്പസ് ലൂട്ടിയം പിന്നീട് ഉണ്ടാവും. അത് പിന്നെ കോർപ്പസ് ലൂട്ടിയത്തിൽ നിന്നും മെഡിസിൻ ഉണ്ട്, പക്ഷെ അത് എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പം കിട്ടുകയാണെങ്കിൽ ഈവൻ ദാറ്റ് ഐ വുഡ് ലൈക്ക് ടു ജസ്റ്റ് ടുഡേ മൈ ഫ്രണ്ട് വാസ് ആസ്കിങ് ഇഫ് ഷീ വുഡ് ഇഫ് വി ഹാഡ് ഇറ്റ് ഇൻ എ ഫാർമസി, ബട്ട് അൺഫോർച്ചുനേറ്റ്ലി വി ഡോണ്ട് ഹാവ് ഇറ്റ്. പിന്നെ ചെയ്യാറുള്ളത് സാധാരണ ട്രാൻസ് അബ്ഡോമിനൽ സ്കാൻ ഇൻ ചിൽഡ്രൻ ആൻഡ് TVS സ്കാൻ ഇൻ മാരീഡ് വിമൻ ആണ് കൂടുതൽ പ്രിഫർ ചെയ്യുക. ട്രാൻസ് വെജൈനൽ സ്കാൻ ആണ് TVS സ്കാൻ. അതിലാണ് കൂടുതൽ നന്നായിട്ട് നമുക്ക് ക്ലാരിറ്റിയോടെ നമുക്ക് ആ സ്കാനിന്റെ റിസൾട്ട് കിട്ടുക. ഫോളിക്കിൾസ് ഉണ്ടോ, അതിന്റെ സൈസ് അതൊക്കെ കറക്റ്റ് ആയിട്ട് കിട്ടും നമുക്ക്. അത് കാരണം അതിന്റെ അടുത്ത് ഏകദേശം നമ്മൾ ആ സ്കാനിന്റെ ഇത് പോവാറുണ്ട്. TAS സ്കാന് ഒരു അപ്രോക്സിമേഷൻ കിട്ടും, എന്നാലും ഇത്രയും TVSന്റെ അത്രയും നമുക്ക് ക്ലാരിറ്റി കിട്ടില്ല. പക്ഷെ വെർജിൻ ഗേൾസിന് നമ്മൾ TVS ചെയ്യിപ്പിക്കാറില്ല. പിന്നെ ഉള്ളത് ബ്ലഡ് ടെസ്റ്റ് ആണ്. LH-FSH ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. LH-FSH റേഷ്യോ യൂഷ്വലി 2:1 റേഷ്യോനെ കാട്ടിലും കൂടുതലായിരിക്കും. പിന്നെ ഉള്ളത് ടെസ്റ്റോസ്റ്റെറോൺ ആൻഡ് ഫ്രീ ആൻഡ്രജൻ ആണ്. പിന്നെ DHEAS എന്ന് വെച്ചാൽ ഡീഹൈഡ്രോ എപ്പി ആൻഡ്രോസ്റ്റിറോൺ സൾഫേറ്റ് ആണ്. അതും അഡ്രിനാലിനും പിന്നെ ആൻഡ്രജൻ ലെവൽസ് ഒക്കെ ചെക്ക് ചെയ്യാനുള്ളത്. അത് കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ടുള്ള ടെസ്റ്റ് ആണ്. യൂഷ്വലി നമ്മൾ ടെസ്റ്റോസ്റ്റെറോൺ ഫ്രീ ആൻഡ്രോജൻ ഒക്കെയാണ് നമ്മൾ ചെക്ക് ചെയ്യാറ്. Elevated prolactin levels can cause symptoms similar to PCOS needed to be ruled out. Prolactin high ആയിരിക്കുമ്പോൾ നമ്മൾ pituitary tumor നമ്മൾ സാധാരണ റൂൾ ഔട്ട് ചെയ്യാറുണ്ട്. വല്ലാണ്ട് കൂടുതലായിട്ടുണ്ട് ആൻഡ് ഇഫ് ദർ ഇസ് എ പ്രസൻസ് ഓഫ് മിൽക്ക് ഇൻ ദ മാമി, അപ്പൊ അതുണ്ടോ എന്നും കൂടെ ചിലപ്പോൾ റൂൾ ഔട്ട് ചെയ്യും. അങ്ങനെ നമുക്ക് അങ്ങനെ ഒരു സസ്പെക്റ്റഡ് കേസ് ആയിട്ട് തോന്നുകയാണെങ്കിൽ better we go for investigations to rule out pituitary tumor. പിന്നെ ഉള്ളത് TSH ആണ്. തൈറോയ്ഡ് ഫംഗ്ഷനും ഡിസ്ഫങ്ഷനും ഉണ്ടെങ്കിൽ പോലും PCOSന്റെ സിംറ്റംസ് മിമിക് ചെയ്യും. എന്താ വെച്ചാൽ മെൻസസ് ഇറഗുലർ ആക്കും. മെറ്റബോളിക് ടെസ്റ്റ് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ആൻഡ് ഇൻസുലിൻ ലെവൽ ചെയ്യണം ടു അസസ് ഫോർ ഇൻസുലിൻ റെസിസ്റ്റൻസ് വിച്ച് ഇസ് കോമൺ ഇൻ PCOS. പിന്നെ ഉള്ളത് ലിപ്പിഡ് പ്രൊഫൈൽ ആണ്. ഇത് ട്രൈഗ്ലിസറൈഡ്സും കൊളസ്ട്രോൾ ഒക്കെ ചെയ്യുക. പിന്നെ AMH ആണ്. AMHനെ പറ്റി കുറച്ചുകൂടെ ഇന്ന് നന്ദൻ സാറ് പറയണ്ടായിരുന്നു. അപ്പം എനിവേ ഐ ഹാവ് ഓൾസോ ഇൻക്ലൂഡഡ്. ഐ ലെറ്റ് യു നോ വാട്ട് ഇറ്റ് ഇസ്. അതെന്താന്നുള്ളത് പറയാം. follicle ovarian reserve follicle activity in women with PCOS evaluate cheyanalla test aanu AMH. It's produced by the granulosa cells of the ovarian follicles. Functions and it reflects the number of growing follicles and by extension the ovarian reserve. Ovarian reserve etra undannulladu ariyan pattum. Elevated levels, women with PCOS often have significantly higher levels of AMH compared to women without the condition. AMH level valland high ആണെങ്കിൽ അത് PCOS ഉണ്ട് എന്നുള്ളത് ഒരു confirmatory, that is a confirmatory test ആണ്. Reason, the increased number of small antral follicles typically seen in PCOS leads to higher AMH production.
ovarian reserve assessment, high AMH level indicates a higher number of small follicles reflecting increased ovarian reserves, which is typical in PCOS. Okay. അപ്പോൾ ഹൈ ലെവൽ ഓഫ് AMH കാണുകയാണെങ്കിൽ PCOS ഉണ്ടെന്നുള്ളത് നമുക്ക് റീകൺഫർമേഷൻ ഉള്ള ഒരു ടെസ്റ്റും കൂടിയാണത്. പിന്നെ അടുത്തത് എല്ലാവർക്കും അറിയാം, ക്ലിനിക്കൽ ഇവാലുവേഷൻ ആണ്. മെൻസ്ട്രൽ ഹിസ്റ്ററി, നമ്മൾ മെൻസസ് എത്ര വർഷം വരുന്നു, എങ്ങനെ വരുന്നു, കളറ്, അവര് പെയിൻ ഉണ്ടോ, ലൈക്ക് കൺസിസ്റ്റൻസി, എവറിത്തിങ് യു ക്യാൻ ജസ്റ്റ്. പിന്നെ ഉള്ളത് ഫിസിക്കൽ സയൻസ് ആണ്. ഫിസിക്കൽ സയൻസ് പറയുമ്പോൾ ഹെർസിറ്റിസം ഉണ്ടോ, ആക്നെ ഉണ്ടോ. ചിലവർ വെറും ആക്നെ ആയിട്ട് നമ്മുടെ കയ്യിൽ വരും. പക്ഷെ ആ ആക്നെ വരുമ്പോഴും യൂഷ്വലി ഞാൻ എന്താ ചെയ്യാച്ചാ, ഇപ്പൊ പെർസിസ്റ്റന്റ് ഒരു ടിപ്പിക്കൽ ഒരു എപ്പോഴെങ്കിലും 1-2 മോക്കുരു ഒക്കെ, ദാറ്റ് ഇസ് ലൈക്ക് മോർ ലൈക്ക് എ കോസ്മെറ്റിക് വൺ. എവറി പേഴ്സൺ മൈറ്റ് ഗെറ്റ് ഇറ്റ്. ആക്നെ കുറച്ചും കൂടെ സിസ്റ്റിക് ആക്നെ, അല്ലെങ്കിൽ അത് ഒരു പാറ്റേണിൽ വരും, അങ്ങനെയൊക്കെ കാണാറുണ്ട്. യൂഷ്വലി ഞാൻ അവരെ കൊണ്ട് സ്കൾട്ടസോണോഗ്രാഫി ചെയ്യിപ്പിക്കാറുണ്ട് ബിഫോർ വി സ്റ്റാർട്ട്. ദോ ഇറ്റ് സ്കിൻ ആണെങ്കിൽ പോലും better we go for the whole thing. പിന്നെ മെയിൽ പാറ്റേൺ ബോൾഡേഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. I used to work in a place where they used to treat for hair. 10-25 വർഷം മുമ്പാണ്. അപ്പൊ അവിടെ മെയിൽ പാറ്റേൺ ബോൾഡ്നെസ് ഒത്തിരി കേസസ് നമ്മൾ കാണാറുണ്ട് ഇൻ വിമൻ. അപ്പൊ അവര് വരാൻ നേരത്ത് യൂഷ്വലി നമ്മൾ ആ ഫുൾ അസസ്മെന്റ് ചെയ്യാൻ നേരത്ത് ഓൾമോസ്റ്റ് 99.9% ഓഫ് കേസസ് വിൽ ഹാവ് PCOS. പിന്നെ ഒബേസിറ്റി ആൻഡ് അതർ സിംറ്റംസ്. അത്രേ ഉള്ളൂ. താങ്ക് യു വെരി മച്ച്. ഓക്കെ ഡോക്ടറെ, നമ്മളെ സമയവും ഏകദേശമായി. വളരെ നല്ല ഒരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു. പിന്നെ ക്ലാസ് കുറച്ചൊരു സ്പീഡ് അത് ഡോക്ടറുടെ കൂടെ ഉള്ളതാണ്. ഇല്ല ഡോക്ടർ, എല്ലാരും ഡോക്ടേഴ്സ് ആണ്. അപ്പം എനിക്ക് തോന്നാറുണ്ട് എല്ലാവർക്കും അറിയണല്ലേ. ഓക്കെ, എന്തായാലും വളരെ നല്ല ക്ലാസ് ആണ്. ഇനി എന്തെങ്കിലും ഡോക്ടറോട് എന്തെങ്കിലും ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളോ എന്തെങ്കിലും സംശയങ്ങളോ ഉണ്ടോ ഈ ചോദിക്കാം. അത് സ്ക്രീൻ ഓഫ് ചെയ്താൽ വളരെ നന്നായിരിക്കും. ഒരു മിനിറ്റ് ഡോക്ടർ. ആദ്യത്തെ കമന്റുമായിട്ട് സ്വന്തം അമ്മ തന്നെ വന്നിരിക്കുകയാണ്. എന്തായാലും അമ്മയോട് ചോദിക്കാം. അമ്മ തന്നെ പറയട്ടെ. ഒന്ന് ഇത്തിരി ചൂടുവെള്ളം കുടിക്കുക. നേരത്തെ ചാറ്റ് ബോക്സിൽ ഇട്ടിരുന്നു കേട്ടോ, ലിറ്റിൽ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ. ഇല്ല, ഞങ്ങൾക്കൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. ഞാൻ നല്ലോണം പോയി ഐസ്ക്രീം ഒക്കെ കഴിച്ചിട്ട് വന്നിരിക്കുകയാണ്. ബാംഗ്ലൂരിലെ വെതർ ഇപ്പൊ ഇച്ചിരി കോൾഡ് ആണ്, പക്ഷെ എന്തായാലും ടെംപ്ടേഷൻ. പിന്നെ ഒന്ന് വെള്ളം കുടിക്കാൻ പറയാണ്, ചൂടുവെള്ളം. രണ്ടാമത് ഈ കോർപ്പസ് ലൂട്ടിയം ഭണ്ഡാരിയുടെ 3x കിട്ടുന്നുണ്ട്. ഭണ്ഡാരിയുടെ ട്രൈ ചെയ്തോളൂ. ടാബ്ലറ്റ് വാങ്ങിക്കണ്ട, സാച്ചുറേഷൻ പൗഡർ. പിന്നെ കാരണം തയാസിയാനോ ഞാൻ 3x ആണ് ഞാൻ മമ്മി പറഞ്ഞിട്ടാണ് വാങ്ങിച്ചത്. പക്ഷെ നല്ല ആക്ഷൻ ആണ്, ബെറ്റർ ദാൻ ടാബ്ലറ്റ്സ് ആണ്. പക്ഷെ അത് പൊതിഞ്ഞ് എടുക്കണം, അത്രയൊക്കെ ഒരു ചെറിയ പണിയുണ്ട്. എന്നാലും 20 ml പാക്കറ്റിൽ കൊടുത്താൽ മതി. ഒരു ചെറിയ സ്പൂണും കൊടുക്കണം. 1 ഗ്രെയിൻ എടുക്കുന്ന സ്പൂണും കിട്ടുന്നു, കൊടുക്കാൻ പറ്റും. പൗഡർ ആണ്, അതിന് നല്ല ആക്ഷൻ ഉണ്ട്. ഞാൻ പണ്ട് ടാബ്ലറ്റ് ആണ് വാങ്ങിച്ചുകൊണ്ടിരുന്നത് റെഗ്വേഗിന്റെ. പക്ഷെ അതിനെക്കാട്ടിലും ആ തയോസിനം പൗഡറിന് കുറച്ചും കൂടെ നല്ലതായിട്ട് എഫക്ട് കാണുന്നുണ്ട്. എസ്പെഷ്യലി എനിക്കൊരു കിലോയിഡിന്റെ ഒരു കേസ് ഉണ്ടായിരുന്നു, ചെവി ഇതാക്കിയിട്ട്. അപ്പൊ അത് ഫുള്ളായിട്ട് നല്ല ഡിഫറൻസ് വന്നിട്ടുണ്ട് തയോസിനം കൊണ്ട്. 3x കിലോയിഡ്. നമ്മുടെ ജയറാം സാറില്ലേ, ആ ജയറാം സാർ എപ്പോഴും പറയും 3x ട്രച്ചുറേഷനാണ് നല്ലത്, ടാബ്ലറ്റ് വാങ്ങിക്കരുത്. 3x ഉണ്ടെങ്കിൽ, ട്രച്ചുറേഷൻ ഉണ്ടെങ്കിൽ അതേ വാങ്ങിക്കാവൂ, ഇല്ലെങ്കിലേ ടാബ്ലറ്റ് വാങ്ങിക്കാവൂ എന്ന് പറയും. ഞാനൊക്കെ ട്രച്ചുറേഷനേ വാങ്ങിക്കുള്ളൂ. ട്യൂമേഴ്സിനൊക്കെ നല്ലതാണ് അത്. തയോസിയാനം എന്തെങ്കിലും ട്യൂമേഴ്സിനും ചിലപ്പോൾ നല്ലതായിട്ട് വർക്ക് ചെയ്യണ കാണാറുണ്ട് 3x. പിന്നെ അഡ്ഹഷൻ ഓഫ് അഡ്ഹഷൻസ് അതിനൊക്കെ നല്ലതാ. നല്ലതായിരുന്നു കേട്ടോ, വെരി ഗുഡ്, കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു. ഓക്കെ അമ്മേ, താങ്ക് യു. എത്ര പിള്ളേരാ എനിക്കുള്ളതെന്നറിയോ? ഒരാള് ബാംഗ്ലൂരും ആയിരിക്കും ഇരുന്ന് പറയുന്നത് അല്ലേ? അതെ. ഓക്കെ, അപ്പൊ ഇനി ചാറ്റ് ബോക്സിൽ എന്തോ ഒരു സംശയം ചോദിച്ചിരുന്നല്ലോ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും
സംശയം ചോദിക്കാണ്ട് സൂപ്പർ സെഷൻ ബട്ട് ലിറ്റിൽ സ്പീഡ്. ആരാണ്? ജയലളിത ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ജയലളിത ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്ത് വന്നിട്ടുണ്ട്. ജയലളിത ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കും. ആശ ഡോക്ടറെ നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു. പക്ഷെ എന്ത് പറ്റിയെന്ന് അറിയാമോ, ഇത്തിരി സ്പീഡായി പോയി. 2 സെഷൻ എടുക്കാനുള്ള ക്ലാസ് ഉണ്ടായിരുന്നു. നല്ലൊരു സെഷൻ തന്നെയായിരുന്നു അത്. നല്ലോണം വെൽ എക്സ്പ്ലെയിൻഡ്. 2 സെഷൻ എടുത്തെങ്കിൽ കറക്റ്റ് വന്നേനായിരുന്നു. ഇത് ഇത്തിരി സ്പീഡി ആയിപ്പോയി. അമ്മയെ പറയും ഞാൻ സ്പീഡാണെന്ന്. അമ്മ പറഞ്ഞു വരുമ്പോഴത്തേന് സ്പീഡ് കൂടി പോവും അമ്മയ്ക്ക്. അപ്പൊ പറയാറാണ് എക്സ്പ്രസ് പോണ പോലെയെന്ന്. പക്ഷെ മോള് അതിന് സ്പീഡായി. എന്തായാലും നല്ല ക്ലാസ് ആയിരുന്നു. നല്ല പോലെ റെഫർ ചെയ്തിട്ടുണ്ട്, നല്ലോണം വർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. വീണ്ടും വരിക. ഇംഗ്ലീഷ് സെഷനും ഞാൻ കേട്ടിരുന്നു. ഇംഗ്ലീഷ് സെഷനും നല്ലതാണ്. ഞാൻ ഇംഗ്ലീഷ് സെക്ഷനെക്കാട്ടിലും കുറച്ചും കൂടെ ഇപ്രാവശ്യം ഞാൻ ആ ഇൻവെസ്റ്റിഗേഷനും കൂടെ ഇട്ടു ഡോക്ടറെ. കാരണം എന്ന് വെച്ചാൽ ഇതില് അത് കുറച്ചുകൂടെ നമുക്ക് വേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇട്ടത്. കാരണം അത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും എല്ലാവർക്കും അറിയണയാണ്. അപ്പൊ പക്ഷെ ആ ഒന്ന് ബ്രഷ് ചെയ്യാന്നുള്ളത് മാത്രമേ ഉണ്ടായുള്ളൂ ഇന്റൻഷൻ. ബ്രഷ് ചെയ്യൂല. ഓക്കെ, താങ്ക് യു. അല്ല, ഇൻവെസ്റ്റിഗേഷനും കേസുകളും കൂടെ ഒരു ദിവസം പറയാം. പക്ഷെ ഇൻവെസ്റ്റിഗേഷനും കേസും ആശ്ചര്യല്ലേ ഉള്ളൂ. അപ്പൊ അതിന് അല്ലെങ്കിൽ കുറെ കൂടെ കേസസ് അത് പറഞ്ഞു വരുമ്പോ കുറെ കാണും. ഇല്ല മാം, എന്താ വെച്ചാൽ ധനേഷ് സാർ ചോദിച്ചോണ്ടാണ് ഞാൻ ഇപ്പൊ ഇട്ടത്. എനിക്ക് 11-ാം തീയതി എക്സാം ആണ്. ഞാൻ 2ാമത് പോസ്റ്റ് ഗ്രാജുവേഷൻ ഒരെണ്ണം കൂടെ എടുത്തു ഞാൻ 2ാമത് കഴിഞ്ഞിട്ട്. അത് ഇപ്പൊ മെന്റൽ ഹെൽത്തിലാണ് ഞാനിപ്പോ എടുത്തിരിക്കുന്നത്. അപ്പൊ അത് എന്റെ എക്സാംസ് നടക്കാണ് 11-ാം തീയതി. ഒന്നും പഠിച്ചിട്ടില്ല. അപ്പൊ അതിന്റെ ടെൻഷനിൽ ഇരിക്കുക. ഓക്കെ. അപ്പൊ അത് അതിന്റെ ഇടയില് ഇത്രയും സമയം ചെലവഴിച്ചത് വളരെ നല്ല കാര്യം. വളരെ നല്ല കാര്യം. അടുത്തത് ധനേഷ് ഡോക്ടർ തന്നെ നമുക്ക് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ധനേഷ് ഡോക്ടറെ അൺമ്യൂട്ട് സംസാരിച്ചു. ഇപ്പോഴീ പറഞ്ഞൊരു കാര്യം പറയാൻ വേണ്ടിയാണ് ഞാൻ വിളിച്ചത്. കാരണം വളരെ വളരെ നല്ല പ്രസന്റേഷൻ. ഇന്നലെ രാത്രി ഒരു 10 മണിയായപ്പോഴാണ് ഞങ്ങൾ പരസ്പരം ഇങ്ങനെ ഒരു കാര്യം സംസാരിക്കുകയും അപ്പൊ തന്നെ ഡോക്ടർ ഞാൻ വരാം എന്ന് പറയുകയും അപ്പൊ ഈ വിഷയം തന്നെ ആൾക്കാർക്ക് ബോറടിക്കുമോ എന്നൊക്കെയാണ് എന്നോട് ചോദിച്ചത്. സത്യത്തിൽ അത് കൂടുതൽ ഇപ്പോഴും അത് പോയെന്നല്ല എല്ലാരും പറയുന്നത്. അത്ര കണ്ട് നന്നായി. മലയാളത്തിലോട്ട് വന്നപ്പോഴത്തേക്ക് അതിന് വേറൊരു രീതിയിലുള്ള ഒരു ഭംഗി കൂടെ വരുന്നുണ്ട്. എന്തുകൊണ്ടും നമുക്ക് ഇതുപോലുള്ള സെഷനിൽ രണ്ടിലും, ഹിന്ദിയിലൊക്കെ അങ്ങനെയാണ്. എല്ലാം ഹിന്ദിയിൽ ഒരു ദിവസം എടുക്കും, ഒരു 3-4 ദിവസം കഴിയുമ്പോൾ അതേ സെഷൻ ഇംഗ്ലീഷിൽ എടുക്കും. എന്ന് പറഞ്ഞ പോലെ നമ്മളുടെ ഭാഷയിൽ തന്നെ അത് അവതരിപ്പിക്കുമ്പോൾ, അത് മാത്രമല്ല ഇത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ പല ആൾക്കാർക്കും ഇതിനെക്കുറിച്ച് അറിയാനുള്ള സാധ്യതയും കൂടുതൽ കിട്ടും മലയാളത്തിലാകുമ്പോൾ. എന്തായാലും അഭിനന്ദനങ്ങൾ. എന്തായാലും ഡോക്ടറുടെ പഠനം കഴിയട്ടെ, തുടരുക. അത് കഴിയുമ്പോൾ നമുക്ക് വീണ്ടും ഇതുപോലെ നല്ലൊരു സെഷനുമായിട്ട് എത്താം. ഓക്കെ ഡോക്ടർ, താങ്ക് യു വെരി മച്ച്. ഓക്കെ, ധനേഷ് ഡോക്ടറെ നന്ദി. ഡോക്ടറെ, നമ്മള് എത്ര അറിവുള്ളതാണെങ്കിൽ പോലും കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് വരുമ്പോ ഇതങ്ങ് അടിയിൽ പോകും. അപ്പൊ അത് വീണ്ടും ക്ലാസ്സുകൾ കേട്ട് നമ്മളതൊന്ന് എല്ലാം റിമൈൻഡ് ചെയ്ത് അല്ലെങ്കിൽ റീവൈൻഡ് ചെയ്ത് നമ്മളൊന്ന് ഓർമ്മിക്കുക വീണ്ടും. അപ്പൊ നിരന്തരം ഇത് ഓരോ വിഷയത്തിലും നമുക്ക് പുതിയതല്ല പഴയ കാര്യങ്ങളാണെങ്കിൽ പോലും റീവൈൻഡ് ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് അത് ട്രീറ്റ്മെന്റിനായാലും അല്ലെങ്കിൽ നമ്മൾ ആ ഒരു അറിവ് വർദ്ധിപ്പിക്കാൻ സഹായിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ ഇതെല്ലാം ചിലപ്പോൾ നേരത്തെ നമ്മൾ കേട്ടിട്ടുള്ള ക്ലാസ് ആയിരിക്കും, അല്ലെങ്കിൽ വായിച്ചറിയാവുന്നതായിരിക്കും. എങ്കിൽ പോലും പല ക്ലാസ്സുകളും വീണ്ടും നിരന്തരം നമുക്ക് ഇങ്ങനെ ബ്രെയിനെ ഫീഡ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കെല്ലാം ഓർമ്മ വയ്ക്കും, അല്ലെങ്കിൽ അത് വീണ്ടും അതങ്ങ് നമ്മൾ മറന്നുപോകും. അപ്പൊ അതാണ് IFPH കൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. കാരണം ആളുകൾക്ക് നിരന്തരമായിട്ട് അവർക്ക് ഇങ്ങനെ ക്ലാസ്സുകൾ കൊടുത്തുകൊണ്ടേയിരിക്കും. നമ്മളെല്ലാം ഇത് ഓർത്തുകൊണ്ടേയിരിക്കും, വീണ്ടും ഓർത്തുകൊണ്ടേയിരിക്കും. എല്ലാവർക്കും ഓരോ പ്രാരാബ്ദങ്ങൾ കൊണ്ട് ചിലപ്പോൾ അത്രത്തോളം വായിക്കാനെന്നുള്ള സമയം കിട്ടിയെന്ന് വരും. അപ്പൊ ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ അത് വളരെ സഹായമായിട്ട് ആയിരിക്കും ഓരോരുത്തർക്കും ഫീൽ ചെയ്യും. അപ്പൊ എന്തായാലും വളരെ നല്ല ക്ലാസ് ആയിരുന്നു. നമ്മുടെ എന്താണ് മത്തന്റെ ചവിട്ടി കുമ്പളം മത്തന്റെ ചവിട്ടി മത്തം തന്നെയല്ലേ. അമ്മ പിന്നെ വളരെ എക്സ്പേർട്ട് എല്ലാ കാര്യങ്ങളും ഇപ്പോഴും അങ്ങനെ പോണു. അപ്പൊ പിന്നെ മോള് അതിനെക്കാട്ടി ഒന്നുകൂടെ അടുത്ത തലമുറയിൽ ഇതിലൂടെ മെച്ചപ്പെട്ട് വരാനേ സാധ്യതയുള്ളൂ. വളരെ നല്ല ക്ലാസ് എടുത്ത ഡോക്ടർ ആഷയ്ക്ക് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ടും ഇന്നത്തെ സൂം സെഷനിലുണ്ടായിരുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദിയും ശുഭരാത്രിയും നേർന്നുകൊണ്ടും ഇന്നത്തെ മലയാളം സെഷൻ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം. താങ്ക് യു മാം. ബൈ.